ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഇങ്ങനെ ഒരാൾ ജനപ്രതിനിധിയായി തുടരണോ എന്ന് കേരളം ചോദിച്ചു തുടങ്ങിയിട്ട് ദിവസങ്ങളായി. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ പെൺകുട്ടിയുടെ പേരും മുഖവും പുറത്തുവിട്ട് ആൾക്കൂട്ടാക്രമണത്തിന് ആഹ്വാനം നൽകി അയാൾ ഓടിത്തുടങ്ങിയിട്ട് ഇന്നേക്ക് 6-ാം ദിനമാണ്. രാഹുൽ മാങ്കൂട്ടം അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഖദറിട്ട പദവിയുള്ളവരും പദവി ലക്ഷ്യമിട്ടവരും താരങ്ങളുമൊക്കെ സാധാരണ മനുഷ്യരുടെ മുന്നിലേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനിടയിലാണ് ബംഗളൂരുവിൽ നിന്നൊരു 23-കാരിയുടെ മെയിൽ പാർട്ടി നേതൃത്വത്തിന് വന്നിരിക്കുന്നത്. പെൺകുട്ടികളിലേക്ക് എത്തുന്നതിന് രാഹുൽ മാങ്കൂട്ടത്തിനുള്ള സ്ഥിരം രീതി ഈ കത്തിലും വ്യക്തമാവുകയാണ്. വിവാഹ വാഗ്ദാനം, കുടുംബത്തെ അറിയിക്കൽ, ഒടുവിൽ കൂടിക്കാഴ്ച. ഭയപ്പെടുത്തുന്ന വിശദാംശങ്ങളിൽ ഗർഭിണിയാക്കൽ എന്ന സ്ഥിരം പാറ്റേൺ ഇവിടെയും കാണാം. നടന്നത് ബലാത്സംഗം എന്ന പെൺകുട്ടി പറയുമ്പോൾ പോലീസിൽ പരാതിപ്പെടാൻ ധൈര്യമില്ല എന്നുകൂടിയാണ് അവൾ കൂട്ടിച്ചേർക്കുന്നത്. ആദ്യം പരാതിപ്പെട്ടവൾ കടന്നുപോയ സാഹചര്യം എന്തു ധൈര്യം നൽകാനാണ്? രാഹുൽ എന്ന പെൺവേട്ടക്കാരനു വേണ്ടി അതേ പേരിലൊരാൾ പച്ചവെള്ളം കുടിച്ച് ജയിലിൽ കഴിയുന്നുണ്ട്. പട്ടിണി അയാൾക്ക് നേർബുദ്ധി തോന്നിക്കട്ടെ. രാഹുൽ എന്ന മറ്റൊരു പേരിലാണ് പ്രതീക്ഷ. രാഹുൽ മാങ്കൂട്ടം ജനപ്രതിനിധിയായി പോലും ഈ പാർട്ടിയിൽ വേണ്ട എന്ന ഉറച്ച തീരുമാനം രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഉണ്ടാകുമോ? സ്ഥിരം കുറ്റവാളിയോ എന്നതാണ് ചോദ്യം. സിപിഎമ്മിൽ നിന്നും AK ഷാനിബ്, രാഷ്ട്രീയ നിരീക്ഷകൻ നിസാം സെയ്ദ്, ഷാനിബ അലി അഭിഭാഷക, ഡോക്ടർ MN കാരശ്ശേരി രാഷ്ട്രീയ നിരീക്ഷകൻ, N ലാൽകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയുള്ളത്. ആദ്യം ഞാൻ ലാൽകുമാറിലേക്ക് പോകുന്നു. ലാൽകുമാർ, കഴിഞ്ഞ ദിവസങ്ങളിൽ പെൺകുട്ടി നൽകിയ പരാതി, മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി, അതിന് പിന്നാലെ പോലീസ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഓടി തുടങ്ങിയിട്ട് ഇന്നേക്ക് 6-ാം ദിവസമായി. ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കണ്ടെത്താൻ കഴിയാത്തതോ അറസ്റ്റ് ഇപ്പോൾ വേണ്ട എന്ന തീരുമാനമോ എന്ന് സംശയമുണ്ടാകുന്ന തരത്തിലാണിപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് തൊട്ട് തലേ ദിവസത്തെ സാഹചര്യവും നിൽക്കുന്നത്. അപ്പോഴാണ് പുതിയൊരു മെയിൽ വാർത്ത പുറത്തുവരുന്നത്. അത് പുതിയതല്ല, നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയ പരാതിയാണ്. അതിൽ ഇന്നലെ KPCC അധ്യക്ഷൻ പറഞ്ഞ പ്രതികരണം, തനിക്ക് ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്ന പ്രതികരണമാണ് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലേക്ക് ആ പെൺകുട്ടിയെ നയിച്ചത്. അത് KPCC അധ്യക്ഷൻ മാത്രമല്ല, ഹൈക്കമാൻഡിന് കൂടി, പ്രതിപക്ഷ നേതാവിന് കൂടി ആ മെയിൽ അയക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:47 ആ മെയിൽ വരുന്നത്. ഞാൻ വിചാരിക്കുന്ന ലാലും ആ മെയിൽ വായിച്ചു കാണണം. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഇവിടെ ഇതിനകത്ത് വളരെ ഗൗരവമായിട്ടുള്ള കുറേ വിഷയങ്ങളാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 1-2 ചർച്ചയിൽ പങ്കെടുത്തു എന്നുള്ളതല്ലാതെ ആക്റ്റീവ്ലി ഞാൻ ഈ വിഷയത്തിൽ സത്യത്തിൽ സംസാരിച്ചില്ല. കാര്യം നിങ്ങളിലേക്ക് ഞാൻ എത്തിയില്ല എന്നുള്ളതാണ്. നോക്കൂ, ഇതിനകത്ത് ഒരു പാറ്റേൺ നോക്കൂ, ഈ ഒഫൻസിൻ്റെ പാറ്റേൺ നോക്കൂ. ഇയാൾ ചെയ്യുന്നത് ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ ചെല്ലുക, ഇൻസ്റ്റാഗ്രാമിൽ ചെന്ന് കഴിഞ്ഞ് പിന്നെ നമ്പർ മേടിക്കുക, ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കുക, അത് കഴിഞ്ഞ് ടെലിഫോൺ നമ്പർ മേടിക്കുക, ടെലിഫോൺ നമ്പറിൽ കൂടെ കോൾ ചെയ്യുക, കോൾ ചെയ്ത് കഴിഞ്ഞ് ഒരു മാരേജ് ഓഫർ വെക്കുക. മാരേജ് ഓഫർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാര്യം ഒരു പെൺകുട്ടിയെ ഏറ്റവും കൂടുതൽ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യം കല്യാണത്തിൻ്റെ ഓഫർ വെക്കുക എന്നുള്ളതാണ്. കാര്യം നിന്നെ എനിക്ക് വിവാഹം കഴിക്കണം, ഒരു MLA അല്ലെങ്കിൽ ഏറ്റവും സ്റ്റാർ ക്യാമ്പയിനർന്നോ സ്റ്റാർ പൊളിറ്റിക്കൽ യങ് ലീഡർ ഒരു ഓഫർ വെക്കുമ്പം പെൺകുട്ടികൾ ചിലപ്പം നോർമലി അട്രാക്റ്റഡ് ആവും. എന്നിട്ട് ആ ഓഫറിൻ്റെ പേരിൽ ട്രാപ്പ് ഉണ്ടാക്കി കുട്ടികളെ റേപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ റേപ്പ് എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. കാര്യം നോക്കൂ, ഒരിക്കൽ ഈ ചർച്ചകളിൽ വന്ന ഒരു ലേഡി, ഞാനത് പറയുന്നില്ല, പേരിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല, എനിക്ക് നിങ്ങളോട് റേപ്പ് ചെയ്യുന്നത് പോലെ ചെയ്യണം, സെക്സ്വൽ ഇന്റർകോഴ്സിൽ ഇടപെടണമെന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ ചർച്ചകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരിടത്തും നല്ല ഈ റേപ്പിനെ കുറിച്ച് ഒരാളുടെ സ്റ്റേറ്റ്മെൻറ്റ്, പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വന്നു കഴിഞ്ഞു ഇങ്ങനെ രീതിയിൽ ചെയ്യുന്നത്. ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്തോ മാനസിക രോഗത്തിൻ്റെ വിഭ്രാന്തിയിൽ നിൽക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഈ ചെറുപ്പക്കാരൻ അതൊരു പ്രിഡേറ്റർ ആണെന്ന് ഈ പറയുന്ന നിങ്ങളുടെ ചാനൽ ചർച്ചയിൽ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഒക്കെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എടുത്ത പൊസിഷൻ സത്യം പറഞ്ഞ ഏറ്റവും ശ്ലാഘനീയമായ പൊസിഷനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടെടുത്തത്. ഇയാളെ ചേസ് ചെയ്യുന്നു, പിടിക്കുക എന്നുള്ള നിർബന്ധം. ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പം ഈ ടെലിഗ്രാമിൽ എന്തിനാ മെസ്സേജ്, വാട്സപ്പിൽ അയച്ചാൽ പോലെ ടെലിഗ്രാമിൽ അയച്ചാൽ എന്തിനാ അയക്കുന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ മനസ്സിലാക്കുന്നതാണ് ഈ പറയുന്ന ആ പെൺകുട്ടി അയച്ച മെസ്സേജും ഇയാൾ അയക്കുന്ന മെസ്സേജും ഡിലീറ്റ് ചെയ്യാൻ ഇയാൾക്ക് പറ്റും എന്നുള്ളതാണ് ടെലിഗ്രാമിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തോരം ക്രിമിനൽ മൈൻഡോടുകൂടിയാണ് ഇത് ഇടപെട്ടിരിക്കുന്നത് നോക്കൂ. നമ്മൾ സാധാരണ ഇതിൽ ഞാനൊരു പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ ഞാൻ വാട്സപ്പിൽ അയച്ചാൽ പോരെ. പക്ഷെ ടെലിഗ്രാമിലേക്ക് വരൂ എന്ന് പറയുമ്പം ആ സോഴ്സ്, ആ കുട്ടി അയച്ചതിൻ്റെ സോഴ്സും കൂടെ അവോയ്ഡ് ചെയ്യത്തക്ക രീതിയിലാണ് ഇടപെട്ടിരിക്കുന്നത്. ഈ പറയുന്ന പാറ്റേൺ വളരെ ക്ലിയർ ആണ്. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ, ഐ വാണ്ട് ടു മേക്ക് യു പ്രഗ്നന്റ്. അതാ ഒരു കുട്ടിയെ പ്രഗ്നന്റ് ആക്കുക, അൺമാരിഡ് ആയിട്ടുള്ള ഇയാള് മറ്റൊരാളെ പ്രഗ്നന്റ് ആക്കണം. പ്രഗ്നന്റ് ആക്കി കഴിഞ്ഞാൽ എന്താ പിന്നെ അബോർഷൻ നടത്തുക? ഇത് മാനസിക രോഗം എന്നല്ല, അതിന് എന്താ പറയുക? ഇങ്ങനൊരാള്
താങ്കൾ സൂചിപ്പിച്ചതുപോലെ താങ്കളുടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പൊസിഷനാണ്, താങ്കളുടെ മാത്രമല്ല കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പൊസിഷനാണ്. MLA ആയിട്ടിരിക്കാൻ യോഗ്യനാണോ? ഇയാളൊരു പൊതുപ്രവർത്തകനായിട്ടിരിക്കാനേ യോഗ്യനല്ല. ഒരു ന്യായീകരണവും ഇല്ല. നിങ്ങൾക്ക് ഈ ക്രൈമുമായി ബന്ധപ്പെട്ട് ഒരു അനാലജി ഡ്രോ ചെയ്യാൻ, വേറൊരു ക്രൈമുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേ അല്ല ഈ കാര്യം നിൽക്കുന്നത്. ഇത് ആദ്യം ജനങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യരായിട്ടുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ കുറെ സൈബർ വെട്ടുകിട്ടി കൂട്ടങ്ങളുണ്ട്. അവർ വന്ന് പറയുന്നത് എന്താ, ഈ പറയുന്ന സ്മൃതിയെ ഉൾപ്പെടെ, ഞാനിട്ട പോസ്റ്റിൽ ഉൾപ്പെടെ ഈ പറയുന്ന ലോകത്തിലുള്ളവരെ എല്ലാം ആക്രമിക്കുക എന്നുള്ളത് ചെയ്യുന്നത്. അത് ഇവർ ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണ്. നോക്കൂ, കേരളത്തിലെ കോൺഗ്രസിനകത്ത് VD സതീശൻ ഒരു നിലപാടെടുത്തു. ഈ VD സതീശൻ എടുത്ത നിലപാടിനെ ഹോൾഡ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റാത്ത രീതിയിൽ സൈബർ ആക്രമണം നടക്കുക. അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. നോക്കൂ, VD സതീശനുമായിട്ട് എനിക്ക് ഒരു യോജിപ്പുമില്ല രാഷ്ട്രീയമായിട്ട്. അദ്ദേഹം ഇപ്പൊ രാഷ്ട്രീയം എനിക്കെതിരെ പറയുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം എടുത്ത പൊസിഷൻ അദ്ദേഹത്തിന് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ പറയുന്ന സൈബർ കൂട്ടങ്ങൾ അദ്ദേഹത്തെ കടന്നാക്രമിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹം ഈ വിഷയത്തിൽ മിണ്ടുന്നില്ല. ഉണ്ണിത്താനെ ആക്രമിച്ചു. ഉണ്ണിത്താൻ തിരിച്ച അതേ നാണയത്തിൽ മറുപടി കൊടുത്തപ്പോൾ ഉണ്ണിത്താനെതിരെയുള്ള ആക്രമണം നിന്നു. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ നോക്കൂ, എത്ര വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കന്മാരാണ് ഇവരെല്ലാം. നമ്മൾ നോക്കൂ, രാഷ്ട്രീയമായിട്ട് നമ്മൾ എതിർപ്പ് പറയുമ്പോഴും VD സതീശൻ അല്ലെങ്കിൽ ഈ പറയുന്ന സണ്ണി ജോസഫ്, ഇവരൊക്കെ ജനങ്ങളുടെ ഇടയ്ക്ക് നിന്ന് വന്നിരിക്കുന്ന ആൾക്ക് അവർക്ക് ഒരു പൊസിഷൻ, അവർ പറയുന്ന ഒരു സാധനം നടക്കാത്ത രീതിയിൽ കാര്യം മാറി. കാര്യം വീട്ടിലിരിക്കുന്ന ഏതോ നാട്ടിൽ കള്ളത്തരത്തിൽ താമസിക്കുന്ന ആളല്ല ഇത് ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നത്. അയാൾക്ക് വേണ്ടി ഒരു സംവിധാനം കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ അതുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ പണി എന്താ? അത് BJP എതിർക്കുക, CPM എതിർക്കുക. ഞാനിപ്പോൾ CPM അനുഭാവിയാണ്, പക്ഷെ എന്നെ എതിർക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇവരുടെ ജോലി. ഇപ്പം കോൺഗ്രസിന്റെ പണി എന്താ? കോൺഗ്രസിന്റെ സൈബർ ലോകത്തുള്ളവരെല്ലാം KPCC പ്രസിഡന്റേയും ബാക്കിയുള്ളവരെയും ചീത്ത വിളിക്കുക എന്നുള്ളതാണ് ഇപ്പൊ അവരുടെ പണി. ഒരു പ്രൊഡക്റ്റീവ് വർക്ക് നടക്കുന്നില്ല. അത്രത്തോളം ഈ സാധനത്തിനെ ഹൈജാക്ക് ചെയ്ത് മാറി. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. നോക്കൂ, ഒരു പെൺകുട്ടി വന്ന് പരാതി പറയുന്നു. ആ പെൺകുട്ടിയെ കടന്നാക്രമിച്ച് ഇല്ലാതാക്കുന്ന പണിയാണ് ചെയ്തത്. നമ്മുടെ നാട്ടിലെ റേപ്പുമായി ബന്ധപ്പെടുന്ന ലോ എന്താണ്? എന്നെ ഒരാൾ റേപ്പ് ചെയ്തു എന്ന് ഒരു പെൺകുട്ടി വന്ന് പറയുകയാണ്. അത് ആദ്യം അവർക്ക് പറയാൻ പറ്റാത്ത സാഹചര്യം വരികയാണ്. കാര്യം അവരുടെ ഓഡിയോ ക്ലിപ്പ് കേൾക്കുന്ന ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും. ഒരു മനുഷ്യനായിട്ടുള്ള ഒരാൾക്ക് സങ്കടം തോന്നും. അവർക്കിത് പറയാൻ പറ്റുന്നില്ല. ഇയാളോട് അവർ പ്ലീഡ് ചെയ്യുകയാണ്. ഈ പറയുന്ന മാരേജ് ഓഫർ കൊടുത്ത്, മാരേജ് ഓഫർ ഇവിടെ മാത്രമല്ല, ഇന്നത്തെ പരാതിക്കകത്തതുണ്ട്, അതുപോലെ ഓഫർ കൊടുത്ത് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് പ്രഗ്നന്റ് ആക്കി അതിനെ അശാസ്ത്രീയമായി അബോർട്ട് ചെയ്യുക. ഇവർ പറഞ്ഞ കൺസെൻഷ്യൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇത് സയന്റിഫിക് ആയിട്ട് ഇവർക്ക് അബോർട്ട് ചെയ്യല്ലോ സ്മൃതി. ഇവർക്കൊരു ഡോക്ടറെ കണ്ടുകൂടെ? രണ്ടുപേരോട് ചേർന്നാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടുകൂടെ? അതിനകത്തൊരു ഒഫൻസ് ഉണ്ട്. എന്നാലും ശാസ്ത്രീയമായി അത് അവർക്ക് ചെയ്യരുതോ? അത് ചെയ്യത്തില്ല. കാര്യം ഇയാളുടെ പൊളിറ്റിക്കൽ ഭാവി എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് മരുന്ന് കൊണ്ട് മേടിച്ചു കൊടുത്തിട്ട് ഈ പെൺകുട്ടിയെ കൊണ്ട് അശാസ്ത്രീയമായിട്ട് ഇത് ചെയ്യിപ്പിക്കുക. എന്നിട്ട് ആ കുട്ടി മരണത്തിന്റെ വക്കിൽ നിന്ന് തിരിച്ചു വന്ന് എല്ലാം മാനസികമായി തകർന്ന് അവർ നമ്മുടെ മുന്നിൽ വന്ന് മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്ന് ഒരു പരാതി പറയുന്നു. അപ്പൊ തൊട്ട് ആ കുട്ടിയെ കുറിച്ചുള്ള അഭിപ്രായം അതിന് മുമ്പേ തുടങ്ങി. കൺസെൻഷ്യൽ റിലേഷൻഷിപ്പ് പറയുന്നത്, ഈ കൺസെൻഷ്യൽ റിലേഷൻഷിപ്പ് അല്ലാന്ന് ആരാ പറയേണ്ടത്? ആ പെൺകുട്ടിക്ക് മാത്രമാ പറയേണ്ടത്. ഈ ലോകത്ത് ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ആ പെൺകുട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ആ പെൺകുട്ടി അതിന് വിപരീതമായി നമുക്ക് പറയാം. എപ്പോൾ പറയാം? നിങ്ങൾക്ക് എവിഡൻസ് കോടതി ഹാജരാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പറയാം ഇത് കൺസെൻഷ്യൽ റിലേഷൻഷിപ്പ് അല്ല എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്തെടുക്കാം. പക്ഷെ ഈ കേസ് കേട്ടെന്താ? രാഹുൽ മാങ്കൂട്ടം റേപ്പ് ചെയ്തില്ല എന്ന് കൺസെൻഷ്യൽ റിലേഷൻഷിപ്പ് ആണെന്ന് പറയുന്നത് രാഹുൽ ഈശ്വറ. ഇത് ഇത്രത്തോളം അതപ്പതിച്ചു ഇതെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഞാൻ അതിവൈകാരികമായിട്ടാണ് സംസാരിച്ചത്. അത് അങ്ങനെ തന്നെ വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ നിർത്തി. ശരി, നിസാം സെയ്ദിലേക്കാണ്. നിസാം സെയ്ദ്, എനിക്ക് കോൺഗ്രസിന്റെ ഒരു വേർഷനാണ് അങ്ങിൽ നിന്ന് കേൾക്കേണ്ടത്. കാരണം രാഹുൽ മാങ്കുടത്തിന് ഈ തരത്തിൽ 1, 2, 3 എന്ന നിലയ്ക്ക് പെൺകുട്ടികളിൽ നിന്ന് പെൺകുട്ടികളിലേക്ക് കടന്നു പോകാനുള്ള ഒരു സാഹചര്യം അത് കോൺഗ്രസ് സൃഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ആ മെയിൽ, ആ പെൺകുട്ടി നേരത്തെ പരാതി നൽകിയിരുന്നതാണ്. ആ പരാതി എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കുട്ടം എത്തുന്നതിന് മുൻപുള്ള ബന്ധമാണെന്ന് ആലോചിക്കണം. അതിനു മുൻപാണ് ഈ പെൺകുട്ടി ചതിക്കപ്പെട്ടത്, ആ ബന്ധമുണ്ടാക്കിയത്. അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം തന്നെ ആ പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി പാർട്ടിയുടെ മുന്നിലുണ്ടായിരുന്നു. നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, എൻ്റെ കയ്യിൽ എനിക്ക് മുന്നിൽ കൂടുതൽ പരാതികളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. പക്ഷേ MLA സ്ഥാനത്ത് പോലും തുടരേണ്ടതില്ല എന്നൊരു അഭിപ്രായം ആ ഒരൊറ്റ ആൾക്കേ ഉണ്ടായിരുന്നു എന്ന് വേണം അന്നത്തെ പ്രതികരണത്തിൽ മനസ്സിലാക്കാൻ. ഇന്നലെ നോക്കൂ, കുറ്റകരമായ അനാസ്ഥ അല്ലെങ്കിൽ കുറ്റകരമായ ഉത്തരവാദിത്തമില്ലായ്മ ഇന്നലത്തെ
KPCC അധ്യക്ഷന്റെ പ്രതികരണത്തിലുണ്ട്, എൻ്റെ കയ്യിൽ പരാതി വന്നിട്ടില്ല എന്ന്. അത് കേട്ടതുകൊണ്ടാണ് ഇന്ന് വീണ്ടും വ്യക്തതയ്ക്ക് വേണ്ടി ആ പെൺകുട്ടി മെയിൽ അയച്ചത്. നിസാം സെയ്ദ്, അങ്ങേക്ക് പ്രതികരിക്കാം. ഇതുവരെ പാർട്ടി വളരെ വേഗത്തിൽ നടപടിയെടുത്തല്ലോ, സസ്പെൻഡ് ചെയ്തല്ലോ, ഇങ്ങനെ ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്തിട്ടുണ്ട് എന്ന വാദം നമുക്ക് മുഖവിലയ്ക്ക് എടുക്കാമായിരുന്നു. അത് ആ ഗൗരവത്തിലുള്ള നടപടിയായി തന്നെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇന്ന് ഈ മെയിലിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇത് നേരത്തെ കിട്ടിയ പരാതിയാണ്. അയാളെ അതിനുശേഷം വീണ്ടും വീണ്ടും വളരാൻ അനുവദിച്ചത് ഈ പാർട്ടിയാണ്. നിസാം സെയ്ദ്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പൊതുപ്രവർത്തകന് യാതൊരു ധാർമ്മികതയും പുലർത്തിയിട്ടില്ല എന്ന കാര്യങ്ങൾ വ്യക്തമാകുന്ന സാഹചര്യത്തിലാണ് നാം എത്തിച്ചേർന്നിരിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് ശിക്ഷ അർഹിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യാൻ അർഹതപ്പെട്ടയാളാണ് എന്നുള്ളതാണ് ഉരുത്തിരിഞ്ഞു വരുന്ന വസ്തുതകൾ. അത് അറസ്റ്റ് ചെയ്യുക തന്നെ വേണം. അതിനെ തടയുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയോ കേരളത്തിലെ കോൺഗ്രസിലോ ആരോ അല്ല. അതിന് കഴിയുന്നില്ലെങ്കിൽ അത് കേരളത്തിലെ പോലീസിൻ്റെ പരാജയമാണ്, ആഭ്യന്തരമന്ത്രിയുടെ പരാജയമാണ്. പിന്നെ കേരളത്തിലെ കോൺഗ്രസ് ധാർമ്മികമായി സ്വീകരിക്കാവുന്ന എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഇപ്പോഴത്തെയും ബോധ്യം. പരാതികൾ ഔദ്യോഗികമായി ലഭിക്കുന്നതിന് മുൻപ് തന്നെ അന്തരീക്ഷത്തിൽ ചില വാദങ്ങൾ ഉയർന്നപ്പോൾ, ചില പ്രശ്നങ്ങൾ ഉയർന്നപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് ബോധ്യമാവുകയും ഒരു നടപടി എടുക്കേണ്ട ഘട്ടമുണ്ട് എന്ന് തോന്നിയപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അയാളെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ആ വിവരം ഔദ്യോഗികമായി തന്നെ നിയമസഭാ സ്പീക്കറെ അറിയിക്കുകയും ചെയ്തു. ചോദിച്ചോട്ടെ, നമ്മളത് ആഭ്യന്തരമന്ത്രിക്ക് കിട്ടിയിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കിട്ടിയിരിക്കുന്ന പരാതിയുമായി ബന്ധപ്പെട്ടെടുത്ത നടപടിയാണല്ലോ. ആ വിഷയത്തിലെടുത്ത നടപടിയാണല്ലോ. അതിനു മുൻപ് തന്നെ വന്ന പരാതിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മെയിൽ ഇപ്പോൾ അയച്ച മെയിലല്ല, ഇതിപ്പോൾ അയക്കുന്നു. അതിനു മുൻപ് തന്നെ ആ പെൺകുട്ടി പരാതി നൽകിയിരുന്നു പാർട്ടി നേതൃത്വത്തിന്. അതാണ് ഇന്നലെ KPCC അധ്യക്ഷൻ നിഷേധിക്കുന്നത്. അത് ആലോചിക്കണം. അതേത് സമയത്താണ്? അയാൾ യൂത്ത് കോൺഗ്രസിൽ സംസ്ഥാന അധ്യക്ഷനാകുന്നതിന് മുൻപാണ് ആ ബന്ധം തുടങ്ങിയത്. അതിനുശേഷം സംസ്ഥാന അധ്യക്ഷനായപ്പോൾ ആ കുടുംബം വിവാഹത്തിന് സമ്മതിക്കായിരുന്നു. അല്ലെങ്കിൽ ജോലിയും കൂലിയും ഇല്ലാത്ത ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്കാണ് ആ കുടുംബവും കണ്ടിരുന്നത്. എന്നിട്ട് ആ ബന്ധം മാസങ്ങളോളം മുന്നോട്ട് പോകുന്നു. പിന്നെ നടന്ന കാര്യങ്ങൾ അങ്ങും അത് വായിച്ചിരിക്കും. ഞാൻ ഇതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ആ പെൺകുട്ടി ഇപ്പോൾ പരാതിക്ക് പോലും തയ്യാറാകാത്ത സാഹചര്യമാണ് ഈ നാട്ടിലുള്ളത്. ആ പരാതി കിട്ടിയപ്പോൾ KPCC പ്രസിഡന്റ് അത് പോലീസിന് കൈമാറി, പോലീസ് DGPക്ക് കൈമാറി എന്നാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻപ് ആ പരാതി അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ഇന്നത്തെ മെയിലാണ് കൈമാറിയത്. ഇന്ന് 12:47 കിട്ടിയ പരാതിയാണ്. ഇന്ന് വന്ന മെയിൽ അദ്ദേഹം ഇന്ന് തന്നെ കൈമാറി. അതിനു മുൻപ് തന്നെ പെൺകുട്ടി പരാതി നൽകിയെന്നാണ് ഞാൻ പറയുന്നത്. നിസാം സെയ്ദ്, നമ്മുടെ മുന്നിലുള്ളതല്ല. പെൺകുട്ടി ആ കത്തിൽ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ. അതിന് നമ്മുടെ മുമ്പിൽ തെളിവ്, അതിന് നമ്മുടെ ആ പെൺകുട്ടി അവകാശപ്പെടുന്നതല്ലാതെ അങ്ങനെ ഒരു മെയിൽ അയച്ചതായി യാതൊരു തെളിവും ആ പെൺകുട്ടിയും ഹാജരാക്കിയിട്ടില്ല. നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു തെളിവുമില്ല. നവംബർ 28 കിട്ടിയ പരാതിയോ? നവംബർ 28 കിട്ടിയ പരാതിയോ? ആ പരാതി കൂട്ടി എവിടെയെങ്കിലും ഇതിന് മുൻപ് അയച്ച പരാതി ഉള്ളതായി എവിടെയെങ്കിലും അതിനൊരു തെളിവും നമ്മുടെ മുമ്പിൽ ഇതേവരെയില്ല. അതിൻ്റെ എന്തെങ്കിലും കോപ്പി സ്മൃതിക്ക് കിട്ടിയിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. KPCC പ്രസിഡന്റ് ഇന്ന് കിട്ടിയ പരാതിയാണ് പോലീസിന് കൈമാറിയിട്ടുള്ളത്. ആ പരാതി മാത്രമാണ് നവംബർ 28 പരാതി കിട്ടിയിട്ടും KPCC അധ്യക്ഷൻ തനിക്ക് മുന്നിൽ പരാതിയില്ല എന്ന് ഇന്നലെ പറഞ്ഞതിനെ കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? നവംബർ 28 ഇന്നിപ്പോൾ 4 ദിവസത്തിനകം അദ്ദേഹം നവംബർ 28 ദിവസം അദ്ദേഹത്തിന്റെ കയ്യിൽ ആ പരാതി ഇപ്പോഴായിരിക്കും ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു 3 ദിവസം ഒരു മെയിൽ, ഒരു ഔദ്യോഗികമായി നമുക്കറിയാം, ഔദ്യോഗികമായി ഒരു KPCC പ്രസിഡന്റ് അല്ല, KPCC പ്രസിഡന്റ് വരുന്ന എല്ലാ മെയിലുകളും കൈകാര്യം ചെയ്ത് അദ്ദേഹം KPCC ഓഫീസിൽ എത്തുമ്പോഴായിരിക്കും ആ മെയിലുകൾ അദ്ദേഹത്തിന്റെ മുൻപിലെത്തുന്നത്. അദ്ദേഹം ഇന്ന് വീണ്ടും ആ മെയിൽ കിട്ടിയപ്പോൾ അദ്ദേഹം കൈമാറി. അതിന് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന കാലതാമസം അല്ലാതെ മനഃപൂർവ്വമായി ഉണ്ടാകുന്ന ഈ 4 ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും രാഹുൽ എന്നെ സംരക്ഷിക്കാനായി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ഒരു പാർട്ടി എന്ന നിലയിൽ തന്നെ രാഹുലിനെ അകറ്റി നിർത്തുകയും രാഹുലുമായി ബന്ധപ്പെടാതിരിക്കുകയും ചെയ്തു. പിന്നെ ചില മറ്റെന്തെങ്കിലും രീതിയിൽ കോൺഗ്രസ്സുകാർ രാഹുലിനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ രാഹുലിന് വേണ്ടി നടത്തുന്ന സൈബർ ആക്രമണമൊന്നും കോൺഗ്രസ്സുകാരുടേതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എങ്കിലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസിനകത്ത് രാഹുലിനേതായി എന്തെങ്കിലും രാഹുലിനോട് അനുകൂലമുള്ള ഒരു മനോഭാവമുള്ള ഒരു ചെറിയ വിഭാഗമെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്. അവരുടെ മനസ്സിൽ ഇന്നും ഉള്ളിൽ ഉറങ്ങാതെ കിടക്കുന്ന ഒരു വേദനയുണ്ട്. അവരുടെ ഉള്ളിൽ ആഴത്തിലേറ്റ ഒരു മുറിവുണ്ട്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മാന്യനായ മനുഷ്യനെ ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം ഒരു സ്ത്രീയെ
ഉമ്മൻചാണ്ടി വിഷയത്തിലെ രാഷ്ട്രീയമൊക്കെ ഞാൻ ഉമ്മൻചാണ്ടി ഏറ്റ വേദനയെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് സ്മൃതിക്ക് അത് പറയാൻ അനുവദിക്കാത്തത്? ഉമ്മൻചാണ്ടിക്ക് ഏറ്റ വേദന, ഉമ്മൻചാണ്ടി ഈ നാട് വേട്ടയാടിയപ്പോൾ, ഈ മുഖ്യമന്ത്രി വേട്ടയാടിയപ്പോൾ, ഈ മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്ന നികൃഷ്ടമായ ഒരു ജന്മം ആ മന്ത്രിസഭയിൽ ഇന്നും തുടർന്ന് ജന്മം ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജമായ പരാതി ഉണ്ടാക്കിയപ്പോൾ അതിന്റെ പേരിൽ അദ്ദേഹം അനുഭവിച്ച ഹൃദയവേദന കേരളത്തിലെ കോൺഗ്രസ്സുകാരൻ ഒരു കാലത്തും മറക്കാൻ കഴിയില്ല. സംസാരിച്ചിട്ടുണ്ട്. അതിനെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്തതിനെ കുറിച്ച് കേരളം സംസാരിച്ചിട്ടുണ്ട്, ഇവിടുത്തെ മാധ്യമങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. കാര്യമുള്ളൂ ഇപ്പോൾ പറഞ്ഞതിലൂടെ ഉമ്മൻചാണ്ടി അപമാനിക്കുകയാണ് മുഖ്യമന്ത്രി. അങ്ങ് അപമാനിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്. ഞാനല്ല, ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ഏറ്റവും വേദനയാണ് ഇതേവരെ ഔദ്യോഗികമായ പരാതി ഇല്ല. ഒരു മിനിറ്റ് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുന്നു. ഒരു നിമിഷം ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ. പാർട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല, ഇപ്പം ഇന്ന് KPCCക്ക് വാർത്തകൾ നിങ്ങൾ പിന്നെ വാർത്ത കൊടുത്ത പോലെ KPCCക്ക് പുതിയ പരാതി വന്നു. ആ പരാതി അത് പാർട്ടി അന്വേഷിക്കട്ടെ എന്നോ പാർട്ടി തീരുമാനം എടുക്കുന്നു എന്നല്ല പറഞ്ഞത്. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനും കേരളത്തിൻ്റെ പോലീസിൻ്റെ തലപ്പത്തുള്ള DGPക്കും കൊടുത്ത് ആ പരാതി DGPക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് വന്ന മെയിലിൽ തിരിച്ച് KPCC റിപ്ലൈയും ചെയ്തിട്ടുണ്ട്. ഇനി പോലീസിൻ്റെ നടപടികൾ എന്താണോ, ലീഗലി ഈ കാര്യങ്ങൾ കോടതിയിൽ എങ്ങനെ നിൽക്കുമോ എന്നതിനെല്ലാം ശേഷം തുടർന്ന് പാർട്ടി എന്തെങ്കിലും നിലപാട് അടുത്തതായി എടുക്കേണ്ടതുണ്ടെങ്കിൽ എടുക്കും, പാർട്ടി പ്രതികരിക്കുന്നെങ്കിൽ പ്രതികരിക്കും. വന്ന പരാതി CPM ഒക്കെ ചെയ്യുന്ന പോലെ പാർട്ടിക്കകത്തെ ഒരു സംവിധാനത്തിലേക്കല്ല, DGPക്കാണ് അയച്ചിട്ടുള്ളത്. ഇനി ലീഗലായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലീഗലായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആ പരാതിയുടെ ക്ലാരിഫിക്കേഷൻ നിയമപരമായ കാര്യത്തിന് പിന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് അത് കൊടുത്തു കഴിഞ്ഞു. ഇനി ലീഗലി അത് പിന്നെ പാർട്ടി പ്രസിഡന്റ് പറയും. ലീഗലി അതിൻ്റെ തുടർ നടപടികൾ എന്താണെന്ന് നോക്കി പാർട്ടി നിലപാടെടുക്കേണ്ടി വരികയാണെങ്കിൽ പാർട്ടി നിലപാടെടുക്കും. ഇനി ഒരു ചോദ്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ചോദ്യം, CPM സമാനമായ സാഹചര്യങ്ങൾ എന്താണ് കേരളത്തിൽ ചെയ്തത്? രണ്ടാമത്തെ ചോദ്യം, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗം, മുൻ MLA, മുൻ ഏരിയ സെക്രട്ടറി, DYFIയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ശബരിമല പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്തിൽ നടന്ന കേട്ടുകേൾവി ഇല്ലാത്തൊരു കൊള്ളക്ക് നേതൃത്വം കൊടുത്തതിൻ്റെ പേരിൽ ഇന്ന് ജയിലിലാണ്. ആ ജയിലിലുള്ള നേതാവിനെ സംബന്ധിച്ച് ഒരു നടപടിയെ സംബന്ധിച്ച് ഒരു വിശദീകരണത്തെ സംബന്ധിച്ച് പോലും ചോദിക്കുമ്പോൾ അവിടുന്ന് മറുപടി വന്നത് ഞങ്ങളൊക്കെ ഇതുപോലെ ജയിലിൽ കിടന്നിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ആയതെന്നുള്ള മറുപടി ആ പാർട്ടി സെക്രട്ടറി പറഞ്ഞു. ഒരു വിശദീകരണ കുറിപ്പ് പോലും ചോദിച്ചിട്ടില്ല. രാഹുൽ വിഷയത്തിൽ മറുപടി പറഞ്ഞ ശേഷം രാഷ്ട്രീയ പ്രതികരണത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടാണ് അതിൽ നിന്നും പിൻവാങ്ങുന്നത്. AK ഷാനിബിലേക്കാണ്. ഷാനിബ്, ഇപ്പോൾ CPMനോടുള്ള ചോദ്യമാണല്ലോ ഇപ്പോൾ ഷാഫി പറമ്പിൽ ചോദിച്ചത്. അതാണ് CPMനോട് തിരിച്ചു പറയുന്ന ഒരു മറുപടി. നമുക്കിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ, ഇപ്പോൾ 6 ദിവസമായല്ലോ, എന്താണോ പിടികൂടാത്തത്? അല്ല, പോലീസ് പിടികൂടാനുള്ള എല്ലാ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്ന വിവരം എല്ലാവിധ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ്, ആസൂത്രണത്തോടെയാണ് ഇയാൾ ഒളിവിൽ താമസിക്കുന്നതെന്നും ഒളിച്ച് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ മുൻകൂട്ടി തയ്യാറാക്കിയതിന് ശേഷമാണ്, അത്രയും പ്ലാൻ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യുന്നത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് കിട്ടുന്നത്. അത് ബാക്കി കാര്യങ്ങൾ സ്വാഭാവികമായും അയാൾ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അത് നാളെയാണ് പരിഗണിക്കുന്നത്. അത്തരം കാര്യങ്ങൾ കൂടിയൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും അറസ്റ്റിലേക്ക് പോകാത്തത്. കൃത്യമായി എനിക്ക് പോലീസിൻ്റെ വേർഷൻ പറയാനാവില്ല. പക്ഷെ മറ്റൊരു കാര്യം, ഇവിടെ കോൺഗ്രസ്സിന് വേണ്ടി സംസാരിച്ചയാൾ പറഞ്ഞ ഒരു കാര്യം, പരാതി ഇപ്പോഴാണ് കിട്ടിയത് എന്നാണ്. ഞാൻ എത്രയോ തവണ ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത് അവസാനം ഞാൻ കഴിഞ്ഞ 1-2 ദിവസം ഇതുമായി ബന്ധപ്പെട്ട് നേരെ അനുഭവം ഉണ്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് സംസാരിക്കുകയും അവർക്ക് പരാതി കൊടുക്കാൻ മാത്രം പറ്റാത്തത് കൊണ്ട് മാത്രം പരാതി കൊടുക്കാതിരിക്കുകയും ചെയ്യണം. അവരുടെ വീട്ടുകാർ ഇതറിഞ്ഞാലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നൊരു കാര്യമാണ്. നമ്മളതൊക്കെ കേട്ട് എനിക്ക് തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ട അവസ്ഥയിൽ വരെ ഉണ്ടായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ തുറന്നു പറഞ്ഞാൽ, ഞാൻ ആദ്യം പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നത് വരെ ഇത്രയും ഭീകരമാണ് അവസ്ഥ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇയാളുടെ കുറേ ശല്യപ്പെടുത്തലുകളും മെസ്സേജ് അയക്കലുകളും പുറകെ പോകുന്ന കാര്യങ്ങളും
പ്രായഭേദമന്യേ ഇയാളുടെ ഇടപെടലുകളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിലും ഇത്ര ക്രൂരമായ കാര്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ടെന്ന് സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ അല്ല. അത് ഒന്നോ രണ്ടോ അല്ല. ഇപ്പോൾ ഈ ഒരു പരാതി കൂടി വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഞെട്ടലോടുകൂടി കാണുന്നത്. അതായത് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് കൊടുക്കുന്നു. ആ പെൺകുട്ടിയുടെ വീട്ടുകാർ അതിന് സമ്മതം മൂളുന്നു. അതിനുശേഷം ആ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്യുന്നു. എന്നിട്ട് പിന്നെ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നു. ഇത് നമുക്ക് ഇപ്പോൾ അദ്ദേഹം പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പെൺകുട്ടി പരാതി തെളിയിക്കട്ടെ എന്നാണ്. ഒരു പരാതി അയച്ചത് പോലും ആ പെൺകുട്ടി തെളിയിക്കട്ടെ എന്ന അവസ്ഥയിലാണ് കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന നിസാമിനെ പോലെയുള്ള ആളുകൾ സംസാരിക്കുന്നത്. പിന്നെ ആരാണ് പരാതി പറയാൻ വരുന്നത്? ആരാണ് ഈ വിഷയത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എൻ്റെ എല്ലാവരും കേട്ടതാണ്. ആദ്യം ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി പരാതി കൊടുത്തു എന്ന് പറയുന്നതല്ലാതെ അതിൻ്റെ തെളിവ് എവിടെയെന്നാണ് അദ്ദേഹം ചോദിച്ചത്. പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അതിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന ആളായി അതുകൊണ്ട് നിങ്ങൾ എന്തും പറയും എന്ന അവസ്ഥയിലാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് മുമ്പ് പിന്നെ വടകര MP-യുടെ ഒരു പ്രതികരണം കേട്ടു. അയാൾ ഇതെല്ലാം പറഞ്ഞിട്ട് വീണ്ടും മറ്റ് കേസുകളെ കുറിച്ച് സംസാരിക്കാൻ പുറപ്പെടുകയാണ്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. ഇത് ഏറ്റവും ആദ്യം പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും ഈ വിഷയങ്ങൾ വളരെ കൃത്യമായി അറിഞ്ഞിട്ടുള്ള ആളാണ് ഈ പറയുന്ന വടകര MP. അയാളുടെ മുമ്പിൽ പരാതി എത്തിയിട്ടുണ്ട്. അയാളുടെ മുമ്പിൽ ഈ പറയുന്ന ഈ സൈക്കോപാത്ത് ക്രിമിനൽ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അയാൾ അതെല്ലാം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്തതുപോലെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ പ്രതികരണം ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്കില്ല. അയാൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ പറയുന്നത് കേട്ടു, വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാരെങ്കിലും ചോദിക്കില്ലേ എന്തിനാണ് അയാളെ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ പറയുന്നയാൾ പാലക്കാട് MLA ആയിരിക്കുന്നയാൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞത്, ഞാൻ മത്സരിക്കുന്നു, ഞാൻ എങ്ങനെയാണോ മത്സരിക്കുന്നത്, എൻ്റെ ഉത്തരവാദിത്വം എങ്ങനെയാണോ അതുപോലെയാണ് ഈ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്നെ ജയിപ്പിക്കുന്നത് പോലെ തന്നെയാണെന്ന് പറഞ്ഞ ആൾക്ക് ജനങ്ങളോട് മറുപടി പറയാൻ ഉത്തരവാദിത്വം ഇല്ല എന്നാണോ? മറ്റാരേക്കാളും ഉത്തരവാദിത്തമുള്ള ആളാണ് ഇപ്പോൾ വടകര MP ആയിട്ടിരിക്കുന്നയാൾ. അപ്പോൾ എല്ലാ സംരക്ഷണവും ഒരുക്കി കൊടുക്കും. ഞാൻ ഒരു തെളിവ് കൂടി ഞാൻ നിങ്ങളോട് പറയും. ഇപ്പോൾ ഇയാൾ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ വീട്ടിലും വോട്ട് ചോദിക്കാൻ ഇറങ്ങി. അപ്പോൾ കോൺഗ്രസ്സുകാർ പറയാണ് വോട്ട് ചോദിക്കാൻ ആരൊക്കെ ഇറങ്ങും, അതൊന്നും പിന്നെ എല്ലാവരും കോൺഗ്രസ് മെമ്പർഷിപ്പുള്ളവരായിക്കൊള്ളണമെന്നില്ല എന്നാണ്. സ്ക്രൂട്ടിനി യോഗത്തിൽ ഇയാളാണ് പങ്കെടുത്തത്. UDF സ്ഥാനാർത്ഥിയുടെ സ്ക്രൂട്ടിനി യോഗത്തിൽ പങ്കെടുത്തിട്ട് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? അത് കോൺഗ്രസ് തീരുമാനിക്കാതെ ഒരാൾക്ക് ആ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയുമോ? കോൺഗ്രസ് പറയാതെ അങ്ങനെ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയുമോ? യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. അയാൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ പോയത് ഇയാളാണ്. ആ KSUവിന്റെ ജില്ലാ പ്രസിഡന്റും ഇയാളും തമ്മിൽ വോട്ട് ചോദിക്കാൻ വേണ്ടി ഇറങ്ങുന്ന പിന്നെ വീഡിയോയും റീൽസും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന വടകര MP-യുടെ സമ്മതമില്ലാതെ അയാളുടെ നിർദ്ദേശമില്ലാതെ നടക്കുമോ? KPCCയുടെ ജനറൽ സെക്രട്ടറി, ഇന്ന് നിങ്ങൾ കാറുമായി ബന്ധപ്പെട്ട് ബൈറ്റ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടുള്ള KPCCയുടെ ജനറൽ സെക്രട്ടറി, അദ്ദേഹം ആരാണ് ഈ പാലക്കാട് ജില്ലയിലെ ഈ പറയുന്ന വടകര MP-യും ഈ KPCC ജനറൽ സെക്രട്ടറിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് പാലക്കാട്ടെ എല്ലാവർക്കും അറിയാം. ഇദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ, ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശമില്ലാതെ ഒരു കാരണവശാലും ഈ പറയുന്ന KPCC ജനറൽ സെക്രട്ടറി ഇയാളോടൊപ്പം പരിപാടിയിൽ പങ്കെടുക്കില്ല. 2 നടിമാർ പങ്കെടുത്ത വീടിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിലൊക്കെ എല്ലാ സംഘാടനവുമായിട്ട് ഇവർ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. VK ശ്രീകണ്ഠൻ പറഞ്ഞത് അയാളെ സസ്പെൻഡ് ചെയ്തിട്ടല്ലേ ഉള്ളൂ, അപ്പം നമ്മളിപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്, ഈ പിന്നെ പരാതിയെക്കുറിച്ച്. അവർ പക്ഷേ ഇതിന് മുമ്പേ അറിഞ്ഞിട്ടും ഒരു മനുഷ്യത്വത്തിൻ്റെ കണികയെങ്കിലും ഇവരുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും ഇവർക്ക് ഇതുപോലെ ഒരാളെ പിന്നെ തോളിലേറ്റി കൊണ്ടുനടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ചർച്ചയിൽ തന്നെ എനിക്ക് മാധ്യമങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഈ പരാതി കൊടുക്കുന്ന ആളുകളുടെ വേറെ അന്വേഷിച്ച് നിങ്ങൾ പോയിട്ടില്ല. റിപ്പോർട്ടർ ചാനൽ മിതമായിട്ടാണ് ഈ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. പക്ഷേ ഇനി പരാതി പറയാൻ ഒരുപാട് പേർ പരാതി പറയാൻ തയ്യാറായി നിൽക്കുന്ന, ഞാൻ പറയുന്നു എന്നോട് സംസാരിച്ച് നിൽക്കുന്ന പെൺകുട്ടികളുണ്ട്. അവർക്ക് ധൈര്യസമേതം പുറത്തു വന്ന് പരാതി പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. സമൂഹം വളരെ കരുതലോടുകൂടി സർക്കാർ കൂടിയാണ്. ഷാനിബ്, അക്കാര്യത്തിൽ സർക്കാരാണ് അതിനുള്ള ധൈര്യം നൽകേണ്ടത്. ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കാം ഈ സൈബർ ആക്രമണത്തിൽ ഒരാളെ ജയിലടയ്ക്കുന്നത്, അല്ലെ? സൈബർ ആക്രമണത്തിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വീഡിയോകളിലൂടെ സംസാരിച്ച രാഹുൽ
ഈശ്വർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നു. വേറെ ആരും ആ രൂപത്തിൽ, വേറെ പരാതികളിലൊന്നും ആ രൂപത്തിലുള്ള നടപടി വളരെ വേഗം ഉണ്ടായിട്ടില്ല. അതെ, അത് വെറുതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ല. കൃത്യമായി അയാൾക്കെതിരെയുള്ള മുഴുവൻ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള അറസ്റ്റ് നടക്കുകയും കൃത്യമായിട്ട് ജാമ്യം അയാൾക്ക് ജാമ്യം കിട്ടാത്ത തരത്തിൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് അത് ചെയ്തു എന്നുള്ളതാണ്. അത് ഞാൻ പറയുന്നു, ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള ഇത്തരം കേസുകളോട് എടുക്കുന്ന ഈ ലാഘവ നിലപാടിൽ നിന്ന് മാറി ഇതൊരു ഗൗരവത്തിൽ, ഞാൻ പറയുന്നു, മറ്റൊരു കാലഘട്ടത്തിലും ഇത്തരം കേസുകൾ നമ്മൾ കേട്ടിട്ടില്ല. ഞാൻ ഒരു കാലഘട്ടത്തിലും, രാഷ്ട്രീയത്തിലെന്നല്ല, ഒരു ഘട്ടത്തിലും ഇതുപോലത്തെ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. അതായത് പ്രണയം നടിക്കുക, വിവാഹ വാഗ്ദാനം നൽകുക, എന്നിട്ട് ഇവരുടെ ആവശ്യം കഴിയുമ്പോൾ ഒഴിവാക്കി വിടുക, ഇത് നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. അതിനെ ആ സീരിയസ് ആയിട്ട് തന്നെ കോൺഗ്രസ്സുകാർ, ഒരുപാട് ആളുകൾ എനിക്ക് പിന്തുണയോട് കൂടിയിട്ട് ഒരുപാട് പേർ എന്നോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു ഷാഫി പറമ്പിലിൻ്റെ പിന്തുണയുള്ളത് കൊണ്ട് മാത്രമാണ് അയാൾക്ക് ഇപ്പോൾ രക്ഷപ്പെട്ടു നിൽക്കാനും പാലക്കാട് സജീവമാകാനും. പാലക്കാട് ഷാഫി പറമ്പിലിന്റെ പിന്തുണയില്ലാതെ പാലക്കാട് വന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ അയാളുടെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അറിയാത്ത മട്ടിൽ ഇപ്പോൾ വന്നിരിക്കുന്ന മേലിൽ ഫെനിയുടെ പേരുമുണ്ട്. കാരണം ഈ പെൺകുട്ടിയെ കൊണ്ടുപോയ സ്ഥലത്ത് അയാൾക്കൊപ്പം കൂടെ വന്നിരുന്നത് ഫെനി ആയിരുന്നു എന്നുള്ള ഓർക്കണം. അല്ല, ഫെനി ആ സമയത്തെ കാര്യമാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി ഇയാൾ മാറുന്നതിന് മുൻപത്തെ കാര്യമാണ്. ഡോക്ടർ എം എൻ കാരശ്ശേരിയിലേക്കും അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ഷാനിബയിലേക്കും വ്യാജ ID കാർഡൊക്കെ ഉണ്ടാക്കുന്ന കാലം. ഡോക്ടർ എം എൻ കാരശ്ശേരി, രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ലൈംഗികാരോപണം ഉയർന്ന കേസുകൾ മുൻപേയും ഉണ്ടായിട്ടുണ്ട്. പല അന്വേഷണങ്ങളും പല ഘട്ടത്തിലും നടന്നിട്ടുമുണ്ട്. പല നേതാക്കൾക്കും അതുവഴി സ്ഥാനം നഷ്ടമായതും കേരളം കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ അത് സ്ഥിരമായി നിരവധി പെൺകുട്ടികളെ എന്നുള്ള രൂപത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പുറത്തേക്ക് വരുമ്പോൾ ഡോക്ടർ എം എൻ കാരശ്ശേരി എങ്ങനെയാണ് അങ്ങ് അതിനെ കാണുന്നത്? അതിൽ ഒരു ഒളിയും മറയുമില്ലാതെ ഈ ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തിക്ക് പിന്തുണ നൽകാൻ വരുന്ന ഒരു പ്രത്യേക ഒരു സംഘവുമുണ്ടല്ലോ, അവർക്കും വലിയ സ്വീകാര്യത ഒരു വശത്ത് ലഭിക്കുകയും ചെയ്യുന്നു. സ്മൃതി, ഇത് ആദ്യം ഈ വാർത്ത പുറത്തു വന്ന ആ ഘട്ടത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അത് പറയേണ്ടിയിരുന്നത് KPCC പ്രസിഡൻ്റാണ്. അദ്ദേഹം ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കർക്കശമായൊരു നിലപാടെടുത്തത് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലൊരു പണിയാണ് കോൺഗ്രസിലെ മറ്റ് നേതാക്കന്മാരെടുത്തത്. ഉദാഹരണം പറഞ്ഞാൽ K സുധാകരൻ, അദ്ദേഹം KPCC പ്രസിഡൻ്റായിരുന്നു, കണ്ണൂരിൽ MP ആണ്. അദ്ദേഹത്തെപ്പോലെ ഉത്തരവാദിത്തപ്പെട്ട വളരെ സീനിയറായ നേതാക്കന്മാർക്ക് ഇതിലൊരു നിലപാടില്ല എന്നുള്ളത് കോൺഗ്രസ് ഇത്തരം ഒരു കാര്യത്തിൽ പോലും എത്രമാത്രം ഉള്ളു പൊള്ളയായ ഒരു 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 പ്രസ്ഥാനമാണെന്ന് കാണിക്കുക. കാരണം ഇപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നൊരു കാര്യം, ഇലക്ഷന് മുമ്പ് തന്നെ ഈ തരത്തിൽ പരാതി അടക്കിപ്പിടിച്ച സ്വരത്തിൽ പാർട്ടിക്കകത്തുണ്ടായിരുന്നു എന്ന് വിചാരിക്കാനാണ് ന്യായം. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ അവിടെ MLA ആയിട്ട് നിർത്തിയത് തന്നെ വാസ്തവത്തിൽ വളരെ അധാർമികമാണ്. കാരണം ഇങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു മാനസിക വൈകൃതം, പരപീഡാരതി എന്ന് പറയുമല്ലോ, ആ പരപീഡാരതിയുള്ള ഒരാളാണ്, അതായത് ഇരയെ വേദനിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുക, ആ തരത്തിലൊരു മനോവൈകൃതമുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണിപ്പോൾ ഇത്തരം വാർത്തകളിൽ നിന്ന് നമ്മൾ ഊഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ എന്തൊരു വെല്ലുവിളിയാണ് അദ്ദേഹം നടത്തുന്നത്. നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ ഒരാൾ പിന്നെ എങ്ങനെ നിയമസഭയിൽ വരിക? എങ്ങനെയാണ് അദ്ദേഹത്തെ പോലൊരാൾ ഇലക്ഷൻ വർക്കിന്, തിരഞ്ഞെടുപ്പിന് വോട്ട് ചോദിക്കാൻ ജനങ്ങൾ മുമ്പാകെ ചെല്ലുക? അപ്പോൾ എന്തൊരു വെല്ലുവിളിയാണ് അദ്ദേഹം സ്വന്തം പാർട്ടിയോടും സ്വന്തം മുന്നണിയോടും ജനങ്ങളോടും കാണിക്കുന്നത്. ജനങ്ങളോട് ഇത്തിരിപ്പോലും ബഹുമാനം ഇല്ലാത്തതുകൊണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ കുപ്രസിദ്ധമായ ഹൂ കെയേഴ്സ് എന്നുള്ളൊരു പ്രസ്താവന വരുന്നത്. ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്ന വാക്കാണോ അത്? ഹൂ കെയേഴ്സ്. ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല. നിർഭാഗ്യവശാൽ മൂക്കാതെ പഴുത്ത ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിൻ്റെ അപക്വത, അഹങ്കാരം, ധിക്കാരം അദ്ദേഹത്തിൻ്റെ വാക്കിലും പെരുമാറ്റത്തിലും മുഴുവനുണ്ട്. അത് നേരത്തെ മനസ്സിലാക്കേണ്ടിയിരുന്നത് കോൺഗ്രസ് നേതാക്കന്മാരാണ്.
ഇനി അവർക്ക് നേരത്തെ മനസ്സിലായില്ല, മനസ്സിലായപ്പോഴെങ്കിലും അവർ ചീഞ്ഞയിടത്ത് മുറിക്കേണ്ടിയിരുന്നു. അവരാ ഉത്തരവാദിത്തം കാണിച്ചില്ല. ആ കാണിക്കാത്തത് വാസ്തവത്തിൽ ഇവിടുത്തെ നമ്മുടെ സാമൂഹ്യ ജീവിതം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളോടും സത്യസന്ധതയോടും ഒക്കെയുള്ള വെല്ലുവിളിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴെങ്കിലും അദ്ദേഹം രാജിവെക്കണം എന്ന് പറയാനുള്ള ഒരു ആർജവം, ഊറ്റം കോൺഗ്രസ് നേതാക്കന്മാർക്കില്ല. അവർക്ക് 10 അഭിപ്രായമാണ്. അതൊക്കെ പരസ്പരം പാരവെക്കുന്ന ഗ്രൂപ്പുകളുടെ ആശാന്മാരാണ് കോൺഗ്രസ് നേതാക്കന്മാർ. ആ ഗ്രൂപ്പുകളുടെ ഒരു വിഷയമായിട്ട്, അതിൻ്റെ ഒരു അവസരമായിട്ട്, അതിനൊരു തക്ക സന്ദർഭമായിട്ട് ഇത് എടുത്തു. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ പിന്തുണയോ അനുവാദമോ അറിവോ ഇല്ലാതെ നിയമസഭയിൽ വരാൻ പറ്റുമോ? ഈ നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കിയ ഒരാൾക്ക്, അല്ലെങ്കിൽ ഇലക്ഷന് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് വേദി പങ്കിടാൻ ബുദ്ധിമുട്ടില്ല, ഞാൻ തള്ളിപ്പറയില്ല എന്ന് കെ സുധാകരൻ പറയുന്നു. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാട്? അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഇവിടുത്തെ ബഹുജനങ്ങളോടുള്ള വളരെ വളരെ നഗ്നമായ വെല്ലുവിളിയാണ്. ജനങ്ങളോട് ബഹുമാനം ഉണ്ടായിരിക്കുക. ജനങ്ങളാണ് തന്നെ തിരഞ്ഞെടുത്തത്. നാളെ എനിക്ക് അവരോട് ഉത്തരവാദിത്തം, അവരോട് മറുപടി പറയേണ്ടി വരും എന്നുള്ളൊരു ഉത്തരവാദിത്ത ബോധം വേണം. ആ തരത്തിലുള്ള നിലപാടുകളൊന്നും ഇല്ലാത്ത ഒരാൾ, ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം വളരെ പെട്ടെന്നാണ് അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള കയറ്റങ്ങളുണ്ടായത്. അപ്പോൾ അതിനെന്തൊക്കെയാണ് ആ പാർട്ടിക്കകത്തുണ്ടായത് നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ, നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് തെളിവില്ല. അപ്പോൾ അദ്ദേഹത്തെക്കാൾ അർഹതയുള്ള പലരെയും മറികടന്നിട്ടാണ് അദ്ദേഹം പാലക്കാട്ട് നിയമസഭാ സ്ഥാനാർത്ഥിയായത്. അവിടെ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു, 18,000 എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ മുന്നണിയിലുള്ള ആളുകളോട്, തൻ്റെ വോട്ടർമാരോട്, ഇനി ആ നാട്ടുകാരോട് ഒക്കെ ഒരു തരത്തിലുമുള്ള യാതൊരു ബഹുമാനവും, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളെപ്പറ്റി പുല്ല് വിലയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സാമർഥ്യം, അദ്ദേഹത്തിൻ്റെ വാഗ്വൈഭവം, അദ്ദേഹം എന്തൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നിരന്തരം വരികയാണല്ലോ. ഇപ്പോൾ പല ഈ തരത്തിൽ പെരുമാറിയ ആളുകളെ അധിക്ഷേപിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും പുച്ഛിച്ചുകൊണ്ടും അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളൊക്കെ, അതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ നിരന്തരം വാട്സാപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വയം അങ്ങനെ ചെയ്തുകൊണ്ടാണ് ആ തരത്തിൽ പ്രസംഗിക്കാൻ ആത്മവിശ്വാസം കിട്ടുന്നത് എന്നുള്ളതാണ്. അത് ഒരു ക്രിമിനൽ മനസ്സുള്ള ഒരാൾക്കല്ലാതെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അവനവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നിട്ട് ബാക്കിയുള്ളവരെ ആ രൂപത്തിൽ കുറ്റപ്പെടുത്തുക, അതിലൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതെ, അതാ മനസാക്ഷിയില്ല എന്നാണ് ഒറ്റ വാക്ക് പറയേണ്ടത്. അതായത് താൻ ചെയ്ത കാര്യങ്ങൾ, താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തെക്കാൾ കഠിനമായിട്ട് ആരെങ്കിലും പെരുമാറിയെന്ന് വളരെ സംശയമാണ്, നമുക്ക് അറിയുന്നിടത്തോളം വെച്ചിട്ട്. അപ്പോൾ എനിക്കിപ്പോഴുള്ളൊരു വളരെ പ്രധാനപ്പെട്ട 2 സങ്കടങ്ങളാണ് എനിക്കുള്ളത്. ഒന്ന്, ആക്രമിക്കപ്പെട്ടാൽ, അനീതിക്ക് ഇരയായാൽ പരാതി കൊടുക്കാൻ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ധൈര്യമില്ല എന്ന് വന്നാൽ എന്തൊരു അരക്ഷാവസ്ഥയിലാണ് ഈ കേരളം ഇരിക്കുന്നത്. ചില്ലറ കഷ്ടമാണ് അത്. പോലീസ് സമീപിക്കാനോ, ഇപ്പോൾ ആ അതിജീവിത പോയത് എവിടെയാണ്? മുഖ്യമന്ത്രിയുടെ അടുത്താണ്. പോലീസ് സ്റ്റേഷനിൽ പോകാൻ ധൈര്യം ഉണ്ടാവില്ല. ഈ അതിജീവിത നൽകിയ പരാതിക്ക് ശേഷം അവർ കടന്നുപോയ അനുഭവങ്ങൾ, അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ മെയിൽ അയച്ചിരിക്കുന്ന പെൺകുട്ടി പോലീസ് പരാതിയുമായി മുന്നോട്ട് പോകാത്തത്. അത് രാഷ്ട്രീയ നേതൃത്വത്തിന് മാത്രം അയച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്നിട്ട് DGPക്ക് അത് കൈമാറിയിരിക്കുന്നത് ഈ രാഷ്ട്രീയ നേതൃത്വമാണ്. അതിന് ഇവിടുത്തെ എല്ലാ പാർട്ടിക്കാരും, പ്രത്യേകിച്ച് ഭരണമുന്നണിക്കാരും മറുപടി പറയണം. ആക്രമിക്കപ്പെട്ട ഒരു സ്ത്രീക്ക് പരാതി കൊടുക്കാൻ ധൈര്യമില്ല എന്ന് വന്നാൽ പിന്നെ നമ്മൾ എന്ത് ജനാധിപത്യമാണ് കൊണ്ട് നടക്കുന്നത്? പിന്നെ വേറൊരു കാര്യം, നമ്മുടെ രാഷ്ട്രീയം എത്ര അളവിൽ മലീമസമായി, ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നവും ചർച്ച ചെയ്യാൻ ഇടയില്ലാത്ത മട്ടിൽ ഇത്തരത്തിലുള്ള മസാലകളാണ് വരുന്നത്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, വയനാട്ടിൽ ഉരുൾപൊട്ടലിൻ്റെ ഇരകളായ പാവപ്പെട്ട ആളുകൾക്ക് പുനരധിവാസത്തിന് ഉള്ള കാര്യം എന്തായി, അല്ലെങ്കിൽ ഇവിടുത്തെ കൃഷിയുടെ കാര്യം എന്താണ്, അല്ലെങ്കിൽ ഇവിടുത്തെ സാമൂഹ്യക്ഷേമത്തിൻ്റെ കാര്യം എന്താണ്, പെൻഷൻ കിട്ടുന്നതിൻ്റെ കാര്യം എന്താണ്, അങ്ങനെ ഇപ്പോൾ KSRTCയിലെ പെൻഷനേഴ്സിൻ്റെ പ്രശ്നം എന്താണ്, അങ്ങനെ ഒരുപാട് ജനകീയ പ്രശ്നങ്ങളുണ്ട്. ആ ജനകീയ പ്രശ്നങ്ങളൊക്കെ മറന്നുകൊണ്ട്, അതൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് ഞാനടക്കമുള്ള ആളുകൾ ചർച്ച ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. കാരണം ഇത് ചർച്ച ചെയ്യണം, പക്ഷേ ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള ആനുപാതികമായ ക്രമവും തെറ്റിച്ചുകൊണ്ട് ഇത് നിരന്തരം ഇങ്ങനെ വരികയാണ്. അപ്പോൾ പണ്ട് മസാല പടങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നത്? ഒന്ന് സ്റ്റണ്ട്, വേറെ ഒന്ന് സെക്സിലൊരു സ്റ്റണ്ട്, ബലാത്സംഗം. അപ്പോൾ ഈ സെക്സിലൊരു സ്റ്റണ്ട് ഉണ്ടാക്കുന്ന തരത്തിൽ നമ്മുടെ രാഷ്ട്രീയം
ആ അളവിൽ കെട്ടളിഞ്ഞു പോയി എന്ന് പറയുന്നത് എനിക്ക് വളരെ ഖേദമുണ്ട്. പക്ഷെ സത്യമാണത്. അപ്പോൾ ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ മുഴുവൻ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് മലീമസമായ ഒന്നിലേക്ക് ചുരുങ്ങിക്കൂടി. അതിൽ വലിയ ഉത്തരവാദിത്വം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. അദ്ദേഹത്തിന് അതിനൊക്കെ അവസരം കൊടുത്തതിൻ്റെ ഉത്തരവാദിത്തത്തിന് കോൺഗ്രസിന് മാറാൻ കഴിയും എന്ന് ഞാൻ തീരെ വിചാരിക്കുന്നില്ല. ശരി, അഡ്വക്കേറ്റ് ഷാനിബ അലി, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തി ചെയ്ത കാര്യങ്ങൾ ഓരോ ഇരകളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ പെൺകുട്ടി നൽകിയ അനുഭവത്തിന്റെ ഏതാണ്ട് അതേ രൂപത്തിൽ തന്നെയുള്ള അനുഭവമാണ് ഇപ്പോൾ രണ്ടാമത്തെ പെൺകുട്ടി നൽകിയ പരാതിയിലുമുള്ളത്. അതിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ ഇതൊക്കെ തന്നെയും കേരളം കാണുകയാണ്, കേരളം അറിയുകയാണ്. പക്ഷേ നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അടച്ചിട്ട മുറിയിൽ വേണം കേൾക്കാൻ എന്ന അഭ്യർത്ഥന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കോടതിയുടെ മുന്നിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു, ഇതൊക്കെ കേരളം ചർച്ച ചെയ്തു കഴിഞ്ഞു. നാളെ അടച്ചിട്ട മുറിയിൽ രഹസ്യമായിട്ട് വേണം തനിക്ക് തന്റെ മുൻകൂർ ജാമ്യം പരിഗണിക്കാൻ എന്നുള്ളതാണ് അയാളുടെ ഹർജി. നാളെ അയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാഹചര്യം എത്രത്തോളമുണ്ട്? ഇപ്പോൾ വന്നിരിക്കുന്ന തെളിവുകൾ എത്രത്തോളം ശക്തമാണ് ഷാനിബ? മാറ്റർ സബ്ജുഡൈസ് ആണ്. ഇതിലിപ്പോൾ വിധി വരുന്ന വരയ്ക്കും ഇതിനെപ്പറ്റി, അതായത് ഇപ്പം ബെയിൽ ആപ്ലിക്കേഷനിലാണെങ്കിലും വിധി വരുന്ന വരയ്ക്കും സാഹചര്യം വിലയിരുത്താൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥ പ്രതികൾക്കായാലും വാദികൾക്കായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുറ്റാരോപിതനായാലും കൊടുക്കുന്ന കുറച്ച് നിയമപരിരക്ഷകളുണ്ട്. അത് ഓഫ് കോഴ്സ് രാഹുൽ മാങ്കൂട്ടത്തിനും കിട്ടും. പക്ഷെ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാരണ ആൾക്കെതിരെ അലിഗേഷൻ വരുന്ന പോലെയല്ല. ഇതിലും പെർവേർട്ടഡ് ആയിട്ടുള്ള അലിഗേഷൻസ് ഒക്കെ ഒരുപാട് പേർക്കെതിരെ വരുന്നുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം വ്യത്യസ്തനാവുന്നത് അയാൾ നിൽക്കുന്ന പൊസിഷൻ കൊണ്ടാണ്, അയാൾ അലങ്കരിക്കുന്ന പദവി കൊണ്ടാണ്. ഏതൊരു മനുഷ്യനും ഇത്രയും അലിഗേഷൻസ് വരുമ്പോൾ ഇത്തരത്തിലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ അയാളുടെ പാർട്ടി നേതൃത്വം, ആ വ്യക്തിക്ക് സ്വയം തോന്നി അയാൾ ആ പദം രാജിവെക്കണമായിരുന്നു, അല്ലെങ്കിൽ അയാളുടെ പാർട്ടി നേതൃത്വം അയാളോട് അത് ആവശ്യപ്പെടണമായിരുന്നു. ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, വിക്ടിംസിന് ഉറപ്പായിട്ടും ഒരു ഭയം ഉണ്ടാവും. ഇയാൾ ഇപ്പോഴും MLA ആണ്, അല്ലെങ്കിൽ ഇയാൾ ഇപ്പോഴും ഒരു സ്ഥാനത്തിരിക്കുന്നു, ഈ പുറത്തിരുന്നുകൊണ്ട് ഈ കമന്റ് തൊഴിലാളികൾ മൊത്തം ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാനോ ഇവിടെ ഇരിക്കുന്ന 2-3 പേര് പറയുന്ന പോലെയല്ല, ഒരു വലിയ വിഭാഗം ആളുകൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. കൺസെന്റ് ഉണ്ടല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇതൊരു കൺസെൻഷ്വൽ സെക്സ് ആണ്, അല്ലെങ്കിൽ അവർ തമ്മിലൊരു കൺസെന്റ് ഉണ്ടായിരുന്നു. എത്ര കേസസ് ആണ്, ഒരു അലിഗേഷനൊന്നും അല്ലല്ലോ, ഇത്ര അലിഗേഷൻസ് വരുമ്പോൾ ഇതിലെല്ലാം ബന്ധമുണ്ടായിരുമ്പോൾ അതിനൊരു കൺസെന്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഒരാൾക്ക് എത്ര പേരോട് വേണമെങ്കിലും ശാരീരികമായിട്ട് ബന്ധപ്പെടാം, അതിനൊന്നും ഇവിടെ നിയമതടസ്സം ഒന്നുമില്ല. പക്ഷെ അത് എപ്പോഴാണ് റേപ്പ് ആവുന്നത്? ഈ കൺസെന്റ് എന്ന് പറയുന്ന കാര്യം, അയാൾ പറയുന്നത് ഞാൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതൊരു തിൻ ലൈനാണ്. അതായത് ഒരാൾ പറയുന്നു ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചോളാം, നമ്മളത് വിശ്വസിക്കുന്നു, അയാളുമായിട്ട് ഫിസിക്കലി അടുക്കുന്നു. പിന്നീട് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ആ ബന്ധം മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും അയാൾക്ക് ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. ഇത് ശരിയാവുന്നില്ല എന്ന്. പക്ഷെ ഇതൊരാൾ ആസ് എ മാറ്റർ ഓഫ് പോളിസി അല്ലെങ്കിൽ അയാളുടെ ഒരു സ്ഥിരം രീതിയായി മാറുന്നു. എല്ലാവരോടും ഇത് തന്നെ പറയുന്നു, എല്ലാ അലിഗേഷൻസ് ആണ്, തെളിയിക്കപ്പെട്ടിട്ടില്ല. ഓഫ് കോഴ്സ് എല്ലാവരോടും ഒരേ കാര്യം തന്നെ പറയുന്നു, എല്ലാവരോടും ഞാൻ വിവാഹം കഴിക്കാന്ന് പറയുന്നു. അതിനുശേഷം ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആവുന്നു. ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പിലൊക്കെ തന്നെ അയാൾ വയലൻസ് കാണിക്കുന്നു. അതിനുശേഷം പലരും ഗർഭിണികളാവുന്നു, ഇവരോടെല്ലാം ഗർഭചിത്രം അയാൾ നിർബന്ധിക്കുന്നു. ഇതെല്ലാം തന്നെ ഓരോ അലിഗേഷനും ഓരോ ഒഫൻസ് ആണ്, അതും ഗ്രേവ് ആയിട്ടുള്ള ഒഫൻസ് ആണ്. ഇത്രയും നേരിടുന്ന ഒരാൾ 6 ദിവസമായിട്ടും അയാളെ പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ തമാശ. ഈ ഉമ്മൻചാണ്ടി, രാഹുൽ മാങ്കൂട്ടം എന്നൊക്കെ ഒരു സെന്റൻസിൽ പേര് പറഞ്ഞതിന് കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കണം. ശരിക്കും ഇതൊന്നും ഒരു കമ്പാരിസണേ അല്ല, അത്രയും പെർവേർട്ടഡ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ്. അയാൾ അത് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് കോടതിയിൽ തെളിയിക്കണം, ഓഫ് കോഴ്സ്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിലും അയാൾ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അനാസ്ഥയാണെന്നോ അല്ലെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് അല്ലെങ്കിൽ കേരള പോലീസിന് കഴിവില്ലെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം കേരള പോലീസിന് നല്ല കഴിവുണ്ട്. അവർ വിചാരിച്ചിരുന്നെങ്കിൽ അവർക്ക് കിട്ടിയാണ്. ഇവിടെ എത്ര കേസസിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ പെൻഡിംഗ് ഉള്ളപ്പോൾ ആൾക്കാർ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ കേസസിൽ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സ്പെസിഫിക് ആയിട്ട് പൊളിറ്റീഷ്യൻസിന്റെ കേസ് വരുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിൽ കുറച്ച് ഇതുള്ള ആൾക്കാരുടെ കേസ് വരുമ്പോൾ, റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കേസ് വരുമ്പോൾ പോലീസുകാർ അവരെ നോക്കിയാലും കാണില്ല, ഇരുട്ടത്ത് തപ്പും, കണ്ണടച്ചാണ് അവർ അന്വേഷിക്കുന്നത്. ഭയങ്കര ആസൂത്രിതമായിട്ട് പിരിഞ്ഞു നിൽക്കുന്നു, മാറി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. തമിഴ്നാട്ടിലേക്കും കർണാടകയിലെയും ഒക്കെ സംഘം പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അറിയാം, രാഹുൽ മാങ്കൂട്ടം പോയ ശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു നിർദ്ദേശമായി, എച്ച് വെങ്കടേഷിന്റെ നിർദ്ദേശമായി ഉടനെ പിടികൂടണമെന്നുള്ള നിർദ്ദേശം വരുന്നത്. അതിനുശേഷമാണ് പോലീസ് അനങ്ങി തുടങ്ങിയതെന്ന് വേണം കരുതാൻ. ഏതായാലും അയാൾ ഒളിവിലാണ്. ഒളിവിൽ അയാൾക്ക് പോകാൻ സഹായം കിട്ടുന്നുണ്ട്. ആ സഹായം പാർട്ടിയിലെ ചില നേതാക്കളിൽ നിന്ന് തന്നെയാണോ? ഇത്തരം കാര്യങ്ങളും അറിയേണ്ടതുണ്ട്. കർണാടക അതിർത്തി, തമിഴ്നാട് അതിർത്തി, ഇവിടെയൊക്കെ തന്നെ അന്വേഷണ സംഘമുണ്ട്. ഷാനിബ, ശരിയായിരിക്കാം. ഇപ്പോഴും അയാളുടെ ബെയിൽ ആപ്ലിക്കേഷൻ പെൻഡിംഗ് ആണ്. ബെയിൽ ആപ്ലിക്കേഷനിൽ വിധി വന്നിട്ടുമില്ല. ബെയിൽ ആപ്ലിക്കേഷന്റെ തീരുമാനം എന്ത് തന്നെ ആയാലും ഒരു വ്യക്തി എപ്പോഴാണ് ബെയിൽ കിട്ടാതിരിക്കുക എന്ന് പറയുമ്പോൾ, ഒന്നെങ്കിൽ ഇയാൾ അന്വേഷണ
സാബുട്ടേജ് ചെയ്യാനുള്ള ചാൻസസ്, അതായത് ഇയാൾ പുറത്തുണ്ടെങ്കിൽ ഈ അന്വേഷണം ഇയാൾ അട്ടിമറിക്കും. ഈ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ബെയിൽ കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ വ്യക്തി ഇത്രയും സ്വാധീനമുള്ള ആളാണ്, അങ്ങനെയാണെങ്കിലും ബെയിൽ യൂഷ്വലി കൊടുക്കില്ല. ഇനി ഇയാൾ ഇവിടുന്ന് പുറത്ത് കടന്നേക്കാം, ഇയാൾ മുങ്ങിയേക്കാം, ഈ സാഹചര്യങ്ങളിലൊന്നും ബെയിൽ കൊടുക്കില്ല. ഇതെല്ലാം തന്നെ ചെയ്ത ആളാണ്. ഇയാൾക്ക് എന്ത് സാഹചര്യത്തിൽ ബെയിൽ കൊടുക്കാൻ പറ്റും? കാരണം ഈ പുള്ളി മുങ്ങും എന്ന് ഈ പുള്ളി തെളിയിച്ചു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ട് എന്ന് പറഞ്ഞ ആൾ ഞാൻ മുങ്ങി എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പുള്ളി തന്നെ ഇപ്പൊ എല്ലാ രീതിയിലും തെളിയിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തത്, ഇയാൾ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ഇയാൾ പുറത്തിറങ്ങിയ ഇയാൾ വിക്ടിംസിനെ ഭീഷണിപ്പെടുത്തില്ലേ? ഇയാൾ ഈ രീതിയിൽ ഇയാളുടെ ഈ കമന്റ് തൊഴിലാളികൾ ഇപ്പോഴും പുറത്തിരിക്കില്ലേ? ഇയാൾക്ക് വേണ്ടി എന്ത് സ്ട്രോങ് PR ആണ്. ഒരു കമന്റ്, അതായത് ഇയാൾ ഒരു PR വർക്ക് പോലെ ഒരു റീല് വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ, അതിന്റെ താഴെ സപ്പോർട്ട്, ഫയർ, എന്തുമാത്രം കമന്റ്സ് ആണ്. നമ്മളിത് കാണുമ്പോൾ വിചാരിക്കും ഇനിയിപ്പോ നമ്മളുടെ വ്യൂ ആണോ തെറ്റ് എന്ന് തോന്നുന്ന രീതിയിൽ ഇത്രയും ആൾക്കാർ ഇതിന് പിന്നിൽ നിൽക്കുവാണ്. ഇത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. തെറ്റ് എന്ന ആലോചനയിൽ നിന്നും നമ്മളാണ് തെറ്റ് എന്നൊരു തെറ്റായ ബോധ്യത്തിലേക്ക് ആളുകൾ എത്തും, തെറ്റായ ആലോചനയിലേക്ക് എത്തും. അതിന് ഈ തരം ഈ കൂട്ടമായി വരുന്ന സൈബർ പോസ്റ്റുകൾ അതൊരു തരത്തിൽ ആ തരം ആളുകളെ സൃഷ്ടിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഞാനോ അല്ലെങ്കിൽ നമ്മളിൽ ചിലരോ ഇവിടെ നിൽക്കുന്ന കൃത്യമായിട്ട് വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ അവലോകനം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, എന്താണ് ഒരു സ്ത്രീയുടെ അവകാശം എന്ന് അറിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ റേപ്പ് എന്താണ്, കൺസെന്റ് എന്താണ് എന്ന് അറിയുന്ന ആൾക്കാർ, അതിനപ്പുറത്തോട്ട് ഒരു വലിയ വിഭാഗം കേരള ജനതയുണ്ട്. അവരിപ്പോഴും വിചാരിക്കുന്നത് ഏതൊക്കെയോ പെണ്ണുങ്ങൾ എന്തൊക്കെയോ കേസ് കൊടുത്തു, ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സ്ഥിരമാണ്. ഉമ്മൻചാണ്ടി സാറിന് ചെയ്ത് കണ്ടില്ലേ? ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡയാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു സാറിന്റെ പേരൊക്കെ ഇതിലോട്ട് വരിക എന്ന് പറയുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇത് തന്നെയാണ് പുറത്തിറങ്ങുന്നതും. ഇതേപോലെ ഇവർ പൊളിറ്റിക്കൽ അജണ്ട ആയിട്ട് ഇത് തന്നെയാണ് പുറത്തിറങ്ങുന്നതും. ഇതൊക്കെ സ്ഥിരമായിട്ട് ഒരു സെറ്റ് ഓഫ് സ്ത്രീകൾ ഇലക്ഷൻ വരുമ്പോൾ അവരിങ്ങനെ പറയുന്ന ആൾക്കാർ. ഇതാണ് ഈ പുറത്തിറങ്ങുന്ന പ്രൊപ്പഗാൻഡ, അല്ലെങ്കിൽ അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള വിക്ടിമിനെ അടിച്ചിരുത്തുക, വിക്ടിമിന് വേണ്ടി സംസാരിക്കുന്നവരെ അടിച്ചിരുത്തുക. ഞാൻ പറഞ്ഞോ, സ്മൃതി പറഞ്ഞോ, എല്ലാവരെയും അടിച്ചിരുത്തുക. ഈ കമന്റുകൾ കൊണ്ട് നമുക്ക് വിഷമം തോന്നുന്ന രീതിയിൽ, നമ്മളെ സ്ലട്ട് ഷെയിം ചെയ്യുന്ന രീതിയിൽ, അത് ഏത് സ്ത്രീയാണോ പറയുന്നത് അവരെല്ലാം നിർത്തി അപമാനിക്കുക, സ്ലട്ട് ഷെയിം ചെയ്യുക, സൈബർ അറ്റാക്ക് ചെയ്യുക, സൈബർ ബുള്ളിങ് ചെയ്യുക. അതിന് ഇവർക്ക് കൃത്യമായിട്ടുള്ള സേനയുണ്ട്. ഇതിന് ദിവസക്കൂലിയാണോ മാസക്കൂലിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇത് കാണുമ്പോൾ കൃത്യമായിട്ട് ഈ മൊത്തം അന്വേഷണം പോലും അട്ടിമറിക്കാൻ തക്ക രീതിയിലുള്ള ഒരു പൊതുജനാഭിപ്രായത്തിനെ മൊത്തത്തിൽ തിരിക്കാൻ സാധ്യതയുള്ള, ഇപ്പൊ തന്നെ ഫസ്റ്റ് അലിഗേഷൻ വന്ന് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ഫ്രീ ആയിട്ട് പുറത്തിറങ്ങി നടക്കുന്നു. പുള്ളിയുടെ റീൽസ് വരുന്നു, പുള്ളി പല നടിമാരുടെ കൂടെ നടക്കുന്നു, പല രീതിയിലുള്ള റീൽസുകൾ പുറത്തു വരുന്നു. അതിനെല്ലാം താഴെ ആൾക്കാർ വളരെ നല്ല രീതിയിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങളുടെ നേതാവ് പുറത്തു വരുന്നു പറയുന്നു. പുള്ളിക്ക് മൈലേജ്, രാഹുൽ ഈശ്വറിന് മൈലേജ്. അദ്ദേഹം അറസ്റ്റ് കാത്തിരിക്കുകയായിരുന്നു. പുള്ളി എന്തോ സ്വാതന്ത്ര്യ സമര സേനാനിയെ പോലെയാണ് അകത്തോട്ട് പോയതും പുറത്തോട്ട് ഇറങ്ങി വന്നതും. എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ആൾക്കാരെ പറ്റി അനാവശ്യം പറഞ്ഞതിന്റെ പുറത്താണ്, സ്ത്രീകളെ അനാവശ്യം പറഞ്ഞതിന്റെ പേരിൽ, ഒരു വിക്ടിമിനെ പറ്റി അനാവശ്യം പറഞ്ഞതിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ പുള്ളിയുടെ മുഖഭാവം ശ്രദ്ധിക്കണമായിരുന്നു ആ സമയത്ത്. എന്തായിരുന്നു മുഖഭാവം? ഞാൻ എന്തോ സ്വാതന്ത്ര്യ സമരത്തിന് ജയിച്ചു, അല്ലെങ്കിൽ ഞാൻ സ്വാതന്ത്ര്യ സമരത്തിന് പോയി ചെയ്യുന്നു. അദ്ദേഹം നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജയിലിൽ. പക്ഷെ ഇതുപോലും അയാൾ ഒരു മൈലേജ് ആയിട്ടാണ് എടുക്കുന്നത്. ഒരാളാണ് പുള്ളിക്ക് ഇത്. ഇതുപോലും മൈലേജ്. ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റി നമ്മൾ ഡിസ്കഷൻ നിർത്തണം. ലെറ്റ്സ് ഇഗ്നോർ ദം. ഇവരെ നമ്മൾ ഇഗ്നോർ ചെയ്യാത്തടത്തോളം കാലം, ഇവരുടെ അഭിപ്രായങ്ങൾക്ക് നമ്മൾ വില കൊടുക്കുന്നിടത്തോളം കാലം. ഐ ഹവ് സീൻ എ ട്രോൾ. ഒരു ആള് നിങ്ങൾ നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്ന സമയത്ത് പെട്ടെന്ന് രാഹുൽ ഈശ്വർ വന്നിട്ട് അയാൾ നിരപരാധിയാണെന്ന് പറയുന്നു. അതോടുകൂടി നിങ്ങൾ നിരപരാധി അല്ല എന്ന് മനസ്സിലാവുന്നു. ആ രീതിയിൽ ഒരു പൊതുജനാഭിപ്രായം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. ലെറ്റ്സ് ഇഗ്നോർ ദാറ്റ് പേഴ്സൺ. രാഹുൽ ഈശ്വറിനെ പോലുള്ള ആൾക്കാരെ ഇഗ്നോർ ചെയ്യുക. അതുപോലെ ഇപ്പൊ റിപ്പോർട്ടർ ചാനലായാലും ഏത് ചാനലായാലും ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ചർച്ചകൾ വരിക, കൃത്യമായിട്ട് കൺസെന്റ് എന്താണെന്ന് ആൾക്കാരെ അവബോധപ്പെടുത്തുക, ആൾക്കാർക്ക് മനസ്സിലാവുക ഇതാണ് കൺസെന്റ്. അതൊരു തിൻ ലൈൻ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതൊരു തിൻ ലൈൻ ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. കൺസെന്റ് ഒബ്റ്റെയിൻ ബൈ ഫ്രോഡ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. വിവാഹം കഴിക്കാം എന്ന് പറയുമ്പോൾ എന്നെ വിവാഹം കഴിച്ചേക്കാം എന്ന ഒരു ഉറപ്പിന്റെ പുറത്താണ് ആ കൺസെന്റ് കൊടുക്കുന്നത്. അയാൾ വിവാഹം കഴിക്കാൻ പറ്റിയില്ല, അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം. അത് പല റിലേഷൻഷിപ്സിലും അത് സംഭവിക്കുന്നുണ്ട്. അതിന് നമുക്ക് റേപ്പ് ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം ബ്രേക്കപ്പ് ഒക്കെ വരുന്നത്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ എങ്ങനെയാണ്? ഇത് സ്ഥിരം അയാളുടെ ഒരു സ്ഥിരം മെത്തേഡാണ്, കൃത്യമായിട്ടുള്ള മെത്തേഡാണ്. എല്ലാ കാര്യത്തിലും ഒരേപോലെ ഇതന്നെ സംഭവിക്കുന്നു. ഇനിയും എത്ര പരാതികൾ വരാനിരിക്കുന്നു എന്നുള്ളതും കാണേണ്ടതുണ്ട്. ഷാനിപ്പ വളരെ നന്നായി പറഞ്ഞു. നിസാം സെയ്ദ്, രാഹുൽ മാങ്കൂട്ടത്തെ MLA സ്ഥാനത്തിൽ നിന്ന് നീക്കുക, ഇങ്ങനൊരു MLA വേണ്ട എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുന്നതിന് എന്താണ് തടസ്സം? ഒരു പരാതിയും വരുന്നതിന് മുമ്പാണ് പാർട്ടി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പോൾ പരാതികൾ വന്നിരിക്കുന്നു. അതിൻ്റെ മുൻപിലുള്ള പോലീസ് ആക്ഷൻ
സ്വാഭാവികമായും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പോലീസ് ആക്ഷൻ സ്വാഭാവികമായും ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് ഒത്തുചേർന്ന് നടപടിയെടുക്കുമെന്ന് കുറച്ച് മുൻപ് തന്നെ ഷാഫി പറമ്പിൽ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതിന് സ്വാഭാവികമായി ഒരു പാർട്ടി സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളിലൂടെ ആ ഘട്ടത്തിൽ ആ തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള കാര്യത്തിൽ ഈ ഘട്ടത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതി കൊടുത്ത പെൺകുട്ടിയുടെ പ്രസ്താവനയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അതിന് കോൺസെൻഷ്യൽ ആയിരുന്നല്ലോ എന്നുള്ളത് പെൺകുട്ടി പരാതി കൊടുത്ത സ്ഥിതിക്ക് യാതൊരു പ്രസക്തിയുമില്ല. ഇത്തരം കാര്യങ്ങളിലെ കോൺസെൻസസ് ഉണ്ടെങ്കിൽ പോലും അത് മാനുഫാക്ചർഡ് കൺസെൻ്റ് ആണ് എന്നുള്ള കാര്യത്തിലും എനിക്ക് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് നടപടി ഉണ്ടാകും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏതാണ്ട് കോൺഗ്രസ്സുകാർ മുഴുവനായി തള്ളിപ്പറയുമ്പോൾ ഇതിനിപ്പോൾ എങ്ങനെ ഷാഫി പറമ്പിലിനെ ഇതിലേക്ക് ബന്ധിപ്പിക്കാം എന്നുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഷാഫി നമ്മൾ രാഷ്ട്രീയത്തിലോ നമ്മൾ ഏതെങ്കിലും രീതിയിൽ അടുത്ത് പ്രവർത്തിക്കുമ്പോൾ അവരുടെ സ്വഭാവ വൈകൃതങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്നുള്ള വളരെ ലളിതമായ യുക്തിക്ക് എന്ത് പിന്തുണയാണ്, എന്ത് അടിസ്ഥാനമാണോ ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി പ്രവർത്തിച്ചിരുന്ന ശിവശങ്കർ ഒട്ടേറെ കേസുകളിൽ പ്രതിയായപ്പോൾ ഇതിലൊന്നും മുഖ്യമന്ത്രിക്ക്, അതൊക്കെ ഔദ്യോഗികമാണ്, ഇതിലൊന്നും മുഖ്യമന്ത്രിക്ക് ഒരു അറിവുമില്ല എന്ന് പറഞ്ഞ ആളുകളാണ് ഈ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം രാഷ്ട്രീയത്തിൽ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഷാഫി പറമ്പിലും ഇതിൽ പങ്കുണ്ട് എന്നൊക്കെ ആരോപിക്കുന്നത്. അതൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. അതൊന്നും എത്രത്തോളം ശരിയാണ് എന്ന് അങ്ങ് ആലോചിക്കുക. ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് നേതാക്കൾ ഇപ്പോൾ നോക്കൂ, ഈ പെൺകുട്ടിയുടെ പുതിയ മെയിലിൽ ഫെനിക്കെതിരെയുള്ള പരാതിയുണ്ട്. കൂടെ നിന്ന് സഹായിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ഷാഫിക്ക് അറിയില്ല എന്നങ്ങ് കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു വാചകം അദ്ദേഹത്തിൽ നിന്ന് കേട്ടത് അങ്ങ് പറയാമോ? പാർട്ടി നടപടി എടുത്തിരിക്കുന്നു, ആ പാർട്ടി നടപടിയെ ഞാൻ പൂർണ്ണമായും പിന്താങ്ങുന്നു എന്ന് ഷാഫി പറയുമ്പോൾ ഇനി പാർട്ടി നടപടി എടുക്കണം, ഭാവിയിൽ നടപടി എടുക്കേണ്ടി വരുന്ന ഘട്ടത്തിൽ നടപടി എടുക്കുമെന്ന് പറയുമ്പോൾ ഔദ്യോഗികമായി പാർട്ടിയുടെ കാര്യങ്ങൾ പറയേണ്ടത് പാർട്ടിയുടെ പ്രസിഡന്റാണ്, വർക്കിംഗ് പ്രസിഡന്റായി താനല്ല എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ കൃത്യമായ സംഘടനാപരമായ നിലപാടാണ് ഷാഫി പറയുന്നതാണ് ഞാൻ. അപ്പോൾ ഈ രാജ്മോഹൻ ഉണ്ണിത്താനും അല്ലെങ്കിൽ പോട്ടെ, രാജ്മോഹൻ ഉണ്ണിത്താനും പിന്നെ അദ്ദേഹത്തിനെതിരെ ആക്രമണം ഉണ്ടായതുകൊണ്ടാണെന്ന് വിചാരിക്കാം. പോട്ടെ, കെ മുരളീധരനെ പോലുള്ള നേതാക്കൾ പ്രതികരിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ശക്തമായി പ്രതികരിക്കുന്നത്? കെ മുരളീധരൻ കോൺഗ്രസിന്റെ കെ മുരളീധരനേക്കാൾ ഔദ്യോഗികമായി വളരെ ഒരു സ്ഥാനമുണ്ടെങ്കിൽ തന്നെ വളരെ ജൂനിയറായ ഒരാളാണ് ഷാഫി പറമ്പിൽ. ആ ഷാഫി പറമ്പിലല്ല ഇതിൽ പ്രതികരിക്കേണ്ടത്. ഇതിൽ തന്റെ പേരിൽ ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ ഷാഫി പറമ്പിലല്ല അതിൽ പ്രതികരിക്കേണ്ടത്. പാർട്ടിയിലെ മുതിർന്ന KPCC എടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ളതല്ലാണ് അദ്ദേഹം. പക്ഷേ വർക്കിംഗ് പ്രസിഡന്റ് അല്ല പ്രതികരിക്കേണ്ടത്, പ്രസിഡന്റാണ് പ്രസിഡന്റ്. പക്ഷേ ഷാഫി ഇതുമായി എങ്ങനെ ബന്ധിപ്പിക്കാം എന്ന് പറയുന്ന ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്ത ആൾക്ക് ചെയ്ത കുറ്റങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് ബാധ്യതയില്ല എന്ന് പറഞ്ഞ ആളുകളാണ്. അതും ശരിയാണ്. ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഇതേവരെ എടുത്തിട്ടുള്ള മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതി സ്വീകരിച്ചതിന് ശേഷം നടത്തിയിട്ടുള്ള ഒരു നടപടിയുമായും കോൺഗ്രസിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അടിസ്ഥാനപരമായി ഇത് താമസിക്കുന്നതിൽ മാത്രമേ കോൺഗ്രസിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ളൂ. ആദ്യത്തെ നടപടിക്ക് നല്ല വേഗമായിരുന്നു അല്ലേ? പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്നുള്ള നടപടിക്ക് നല്ല വേഗമായിരുന്നു. അത് പരാതി ലഭിക്കുന്നതിന് മുമ്പ് ചെയ്തു എന്നുള്ളത് ശ്ലാഘനീയമാണ്. അതിനെ കോൺഗ്രസിനെ എല്ലാവരും പുകഴ്ത്തിയിട്ടുണ്ട്. ആ നടപടി എല്ലാവരും സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള ഈ മുടന്തലിന് അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിനേക്കാൾ ഗുരുതരമായ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയല്ലേ? വന്നുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. പരാതി ഔദ്യോഗികമായി പരാതി ലഭിച്ചിട്ട് പരാതി എന്താണ് ഈ ഔദ്യോഗികം എന്നാണ് ഉദ്ദേശിക്കുന്നത്? പാർട്ടിക്ക് കൊടുത്തിരിക്കുന്ന മെയിൽ അതിപ്പോൾ DGPക്ക് കൈമാറിയിരിക്കുന്നു. അതല്ല, അത് സംഭവിച്ചു. മുഖ്യമന്ത്രിക്ക് ആ കുട്ടി ഒരു പരാതി സമർപ്പിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് 4-5 ദിവസങ്ങൾക്കുള്ളിൽ അറസ്റ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ അറസ്റ്റിലനുസരിച്ച് കോൺഗ്രസ് നിയമ നടപടി, അത് സംഘടനാപരമായ അറസ്റ്റിനാണോ നിങ്ങളും കാത്തിരിക്കുന്നത്? എന്നല്ല, ഒരു ദിവസം ഇല്ല, ഒരു അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ എംഎൽഎയുടെ കാര്യത്തിൽ CPM-ന്റെ നിലപാടെന്തായിരുന്നു? നമുക്ക് അങ്ങനെ കരുതാം. നാളെ ഇപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന്. അവിടെ കഴിഞ്ഞോ? പിന്നെ അവിടെ കഴിഞ്ഞു എന്ന് അത് കഴിഞ്ഞ് പാർട്ടി തീരുമാനമെടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. പാർട്ടി എന്ത് തീരുമാനമെടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല.
പാർട്ടി എന്ത് തീരുമാനം എടുക്കുന്നത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. മുഹൂർത്തമായില്ല അല്ലേ? എന്തോ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോ, മുഹൂർത്തമായില്ല, നടപടിക്ക് ഒരു കാര്യം കൂടി മുഹൂർത്തമായില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഈ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നെങ്കിൽ നടപടിക്ക് മുഹൂർത്തവും കവടി നിരത്തിയൊന്നുമല്ല തീരുമാനിക്കുന്നത്. MV ഗോവിന്ദൻ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഈ അറസ്റ്റിലായ ഒരു MLA രാജിവെക്കണോ വേണ്ടിയോ എന്ന് ചോദിച്ചപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞതാ, ഈ കേരളത്തിൽ 145 ഇന്ത്യയിലാകെ 145 MLA-മാരും 5ഓളം MP-മാരും ലൈംഗിക കേസുകളിൽ പ്രതിയാ. അവരൊക്കെ രാജിവെക്കേണ്ടതുണ്ടോ? മുകേഷിന്റെ കേസും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ല, അവർ രാജിവെക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ച ഒരു ആ ധാർമ്മികതയെ തള്ളി പറയാൻ നിങ്ങൾ ആരും തയ്യാറായിട്ടില്ല. ഒന്ന് താരതമ്യം ചെയ്യൂ. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനായി ആ അതിജീവിത സെക്രട്ടേറിയറ്റിലെത്തുന്നു. വളരെ പ്രമുഖരായ 2 ഇടതുപക്ഷ അനുഭാവികളോടൊപ്പമാണ് ആ പെൺകുട്ടി സെക്രട്ടേറിയറ്റിലെത്തുന്നത്. ആ പെൺകുട്ടിയെ ഒന്ന് കാണുവാൻ മുഖ്യമന്ത്രി തയ്യാറായോ? ആ അതിജീവിതയുടെ കേസ് ഒന്ന് അന്വേഷിക്കാൻ അതിലൊരു FIR ഇടാൻ കേരളത്തിലെ പോലീസ് തയ്യാറായോ? ആ FIR ഇട്ടിട്ട് ആ കേസ് അന്വേഷിച്ച് അതിന് തെളിവില്ല എന്ന് പറഞ്ഞ് റഫർ ചെയ്ത് തള്ളുകയല്ലേ ഇത്? മുഖ്യമന്ത്രി എല്ലാ കേസിനോടും സ്വീകരിക്കുന്ന നിലപാടാണോ? ഇന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ റേപ്പ് കേസിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ഇന്ന് ഇതേ നിമിഷം വരെ ആ റേപ്പ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഷാനിബിന് മറുപടി നൽകുമ്പോൾ മുകേഷ് കേസ് അവിടെ നിൽക്കട്ടെ, അത് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ആ താരതമ്യത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഒരു DYSPയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണം ഇപ്പോഴും കേസെടുത്തിട്ടില്ല എന്നുള്ള കാര്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ട്. ആ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് വേഗം കൂടുന്നു, അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളിൽ പതുങ്ങുന്നു, നടപടി തന്നെ വേണ്ട എന്ന് വെക്കുന്നു. ആ രൂപത്തിൽ കാണുകയാണ്. അപ്പോൾ ഇതിൽ രാഷ്ട്രീയമുണ്ട്. അയാൾ CPM സംഘടനാ നേതാവാണ്. CPM സംഘടനാ നേതാവാണ്. ശരി, ഷാനി പറയട്ടെ. അല്ല, ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ എന്തുകൊണ്ട് പിന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല, രാഷ്ട്രീയക്കാർക്കൊക്കെ പ്രത്യേക പരിഗണന കിട്ടുന്നു എന്നതും ഈ ചർച്ചയിൽ തന്നെ ആണ് ഒരു ചർച്ചയായിട്ട് വന്നത്. അതേപോലെ തന്നെ ചർച്ചയിൽ പറയുന്നു രാഷ്ട്രീയ എതിരാളികളായതുകൊണ്ട് വേഗം കിട്ടുന്നു എന്നുള്ളത്. പിന്നെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട കാര്യം അത് കൂടുതൽ പരിശോധിക്കാതെ എനിക്കതിനെക്കുറിച്ച് മറുപടി പറയാൻ കഴിയില്ല. പക്ഷേ കാരശ്ശേരി മാഷ് പറഞ്ഞ ഒരു അല്പമെങ്കിലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം കാരശ്ശേരി മാഷ് പറഞ്ഞു. അതായത് ഈ മസാല സ്റ്റണ്ട് പോലെയുള്ള കാര്യങ്ങൾ രീതിയിലാണ് കാര്യത്തെ അവതരിപ്പിച്ചത്. ഇത് അതായത് ഏതെങ്കിലും ഒരു വിഭാഗം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന അതിൻ്റെ ഒരു പിന്നെ വേറൊരു വേർഷനാണ് മാഷ് പറഞ്ഞത്. മാഷ് അങ്ങനെ അത് പറഞ്ഞതിൽ അദ്ദേഹത്തോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഇത് അതിക്രൂരമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഇതിനെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആളുകൾ ആവശ്യപ്പെടുകയും ഇത് ചർച്ച ചെയ്യുന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞങ്ങൾ ക്ഷേമ പെൻഷൻ 2000 ആക്കിയതും വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുത്തതും ആരോഗ്യരംഗത്തുണ്ടാക്കിയ നേട്ടങ്ങളും അതുപോലെ യുവാക്കൾക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചതും 6 ലക്ഷം വീട് കൊടുത്തതും ഒക്കെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നത്. പക്ഷേ ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലം വരെ നീട്ടിക്കൊണ്ടുപോയതിൻ്റെ പ്രധാന ഉത്തരവാദിത്തം കോൺഗ്രസിനാണ്. ഇപ്പോൾ കാരശ്ശേരി മാഷു പറഞ്ഞു അയാൾക്ക് പുറത്ത് ഇത്ര പിന്തുണ കിട്ടുന്നു എന്ന രീതിയിൽ ഷാനിബയും പറഞ്ഞു, മാഷും പറഞ്ഞു. അതിൻ്റെ കാരണക്കാരൻ ആരാണ്? പാലക്കാട് നിയമസഭയിൽ മണ്ഡലത്തിൽ അവിടെ കാല് കുത്തണമെങ്കിൽ അതിന് ആരുടെ പിന്തുണ ഉണ്ടെങ്കിലാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഷാഫി പറമ്പിലിൻ്റെ പിന്തുണയില്ലാതെ പാലക്കാട് ഒരു കോൺഗ്രസ് MLAക്ക് അവിടെ കാല് കുത്താൻ പോലും സാധിക്കില്ല. അത് ആർക്കാണ് അറിയാത്തത്? ഇപ്പോൾ നിസാം പറഞ്ഞു ഇത് ഒപ്പം ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞോളണമെന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുത്തോട് അദ്ദേഹം തന്നെ പറയുന്നു അയാൾ എത്രയും പെട്ടെന്ന് രാജിവെക്കണം, അയാളെ പുറത്താക്കണം എന്ന് നിസാം പോലും അഭിപ്രായം രേഖപ്പെടുത്തി. എന്നാൽ ഈ മിനിറ്റുകൾക്ക് മുമ്പ് ഷാഫി പറമ്പിലിനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ അങ്ങനെ അഭിപ്രായം പറയുന്നില്ല. ഒരു പെൺകുട്ടി, ഒന്നിലധികം പെൺകുട്ടികൾ ആക്രമിക്കപ്പെട്ട ഒരു കേസാണ്. ഇതിൽ സമാനത എന്ന് പറയുന്നത്, ഇപ്പോൾ മുകേഷിന്റെ കാര്യം മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ സമാനത എന്ന് പറയുന്നത് ഇവർ രാഷ്ട്രീയക്കാരാണ് എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഈ കേസ് എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരായ ഒരു കേസല്ല. ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ അന്ന് ആ കേസിനെ എങ്ങനെ നിങ്ങൾ കണ്ടു എന്നതും പ്രധാനം തന്നെയാണ്. ഒരു കേസ് മുന്നിൽ വരുമ്പോൾ അതിനോടുള്ള സമീപനം പ്രധാനം തന്നെയാണ്. അല്ല, ഞാൻ പറയുന്നത് എല്ലാ കേസും പ്രധാനം തന്നെയാണ്. പക്ഷേ ഇത് ഓരോ കാലഘട്ടം ഉണ്ടല്ലോ. ഇപ്പം അന്ന് ആ കേസ് എങ്ങനെയാണ് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടുണ്ടായ കൂടുതൽ പരാതിയാണ്. ഞാൻ ന്യായീകരിക്കുന്നില്ല, എല്ലാ കേസും ഗൗരവമാണ്. സ്ത്രീകൾക്കെതിരെയുള്ള ഏത് ചെറുവിരൽ അനക്കവും അത് ഗൗരവം തന്നെയാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് പെൺകുട്ടികളെ വലവേശി പിടിക്കുകയാണ്, ഇരപിടിയനായിട്ട് ഇയാളെ ഇറങ്ങുകയാണ്. എന്നിട്ട് എവിടെയൊക്കെയോ ഉള്ള പെൺകുട്ടികളെ ഇതിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവരികയാണ്. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ക്രൂരതയാണ്. അത് ചർച്ച ചെയ്യാൻ വീണ്ടും അതേ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനേക്ക്
വിശദമായി കടന്നു പോകുന്നില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, രാഷ്ട്രീയ പിന്തുണ കിട്ടുന്നുണ്ടെന്ന് മാത്രമല്ല, അതൊരു വിഭാഗത്തിൻ്റെ മാത്രമാണ്. എല്ലാ വിഭാഗം ആളുകളും അയാളെ പിന്തുണക്കുന്നില്ല. ഷാഫി പറമ്പിലിൻ്റെ പോസ്റ്റിൽ പോയി ലൈക്കും കമൻറ്റും കൊടുക്കുന്ന അതേ ആളുകളാണ്, അവിടെ തീയും ഫയറും കൊടുക്കുന്ന അതേ ആളുകളാണ് ഇവിടെ വന്ന് തീയും ഫയറും കൊടുക്കുന്നത്. ഒരൊറ്റ വാക്ക് കൊണ്ട് അത് അവസാനിപ്പിക്കാം. പക്ഷേ ഈ മണിക്കൂറിലും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്നു. ഇന്ന് അറസ്റ്റ് ഉണ്ടാകണം എന്ന നിർദ്ദേശം ലഭിച്ചിട്ടും അല്ല, അയാൾക്ക് അത്രയും പിന്തുണ കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ്, അയാൾക്ക് രാഷ്ട്രീയ പിന്തുണ കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് പോലും. ശരി, വളരെ നന്ദി. AK ഷാനിബ്, നിസാം സെയ്ദ്, ഷാനിബ് അലി, ഡോക്ടർ എം എൻ കാരശ്ശേരി, N ലാൽകുമാർ ചർച്ചയിൽ പങ്കെടുത്തത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.